നമുക്ക് അവളുടെ ആ പാവ എടുത്ത് കളയാൻ പറ്റിയില്ലല്ലോ. എടി കുഞ്ഞാറ്റെ, നീ അത് ഇതുവരെ വിട്ടില്ലേ? എങ്ങനെ വിടും? ആ നാശം പിടിച്ചവൾ ഞാൻ വായിച്ച കിറ്റിയെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അയ്യോ കുഞ്ഞാറ്റെ, നീ അതിനെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതെ. എനിക്കത് ആലോചിക്കുമ്പോഴേ പേടിയാവുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്. നീ വരച്ച കിറ്റി അവിടെ നിന്നും മാറ്റി ആ തലയോട്ടിയുടെ രൂപം അവിടെ വെച്ചത് ആ പാവയാണെന്ന്. പാവയോ? എങ്ങനെ? അതായത് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ആ കുട്ടിച്ചാത്തനുള്ള കാട്ടിൽ നിന്ന് കിട്ടിയ പാവയല്ലേ? അതിനെന്തോ ഒരു ശക്തിയുണ്ട്. അതിന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് നീ വരച്ച ചിത്രം അവിടെ നിന്നും മാറിയത്. അയ്യോ പിങ്കിമോളെ, ഇനി അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അതാ കുഞ്ഞാവക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവൾ ഏത് സമയം ആ പാവയും കെട്ടിപ്പിടിച്ചോണ്ടാണല്ലോ നടപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ രക്ഷിക്കണ്ടേ പിങ്കിമോളെ? വേണം. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യുക? അപ്പൂസും കുഞ്ചൂസും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നേനെ. പക്ഷെ അവരില്ലല്ലേ ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ ആരുടെ സഹായമാണ് തേടുക? ഓ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ വിളിച്ചാലോ? അവന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ബുദ്ധി ഉണ്ടാകും. ഫ്രണ്ടോ? ആരാണ് ആ ഫ്രണ്ട്? അത് നമ്മളന്ന് പാല് വാങ്ങാൻ പോയില്ലേ അലീക്ക, അവരുടെ മോനാണ് ഉസ്മാനി. നമുക്ക് ഉസ്മാന്റെ സഹായം തേടാം. നമുക്ക് ഉസ്മാന്റെ വീട്ടിൽ പോയിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞാലോ? അവൻ നമ്മൾ എന്തായാലും സഹായിക്കുമായിരിക്കും. എങ്കിൽ ശരി, വാ നമുക്ക് പോകാം. ഹായ്, നോക്ക് കുഞ്ഞാറ്റെ, ഇവിടെ എന്തോരം പശുക്കളാ ഉള്ളത്. അതെ അതെ, ഇവിടെയാണ് ഞങ്ങൾ പാല് വാങ്ങാൻ വരാറുള്ളത്. ഇതാണോ നീ പറഞ്ഞ ഉസ്മാന്റെ വീട്? അതെ പിങ്കി മോളെ, ഇതാണ് ഉസ്മാന്റെ വീട്. നോക്ക് കുഞ്ഞാറ്റെ, ദേ അവിടെ ഒരു കുഞ്ഞി പശുക്കിടാവുണ്ട്. നമുക്ക് അതിനെ പോയി തൊട്ടാലോ? അയ്യോ വേണ്ട വേണ്ട, ദാ ആ അമ്മ പശു നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. അതെങ്ങാൻ വന്ന് കുത്തിയാലോ? എനിക്കൊന്നും അതിനെ തൊടണമായിരുന്നു. കാണുമ്പോൾ കൊതിയാവുന്നു. എന്ത് ക്യൂട്ടാണ് ആ പശുമ്പേ കാണാൻ. അയ്യോ പശുമ്പേ പശുമ്പേ, നീ എന്താക്കുക അവിടുന്ന്? നീ ഒളിച്ച് കളിക്കുകയാണോടാ കള്ള? പിങ്കിമോളെ പിങ്കിമോളെ, അധികം അങ്ങോട്ട് പോകണ്ട. ദാ പശു നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. അയ്യോ പിങ്കിമോളെ. എന്താ കുഞ്ഞാറ്റെ? അയ്യോ പിങ്കിമോളെ, നമ്മൾ വന്ന കാര്യം മറന്നുപോയല്ലോ. ശരിയാണല്ലോ കുഞ്ഞാറ്റെ നീ പറഞ്ഞത്. നമ്മളിവിടെ ഉസ്മാനെ അന്വേഷിച്ചു വന്നതല്ലേ? അവൻ ഇവിടെ? അതെ അതെ, ഉസ്മാൻ എവിടെയാണെന്ന് നമുക്ക് അവന്റെ ഉമ്മാനോട് ചോദിച്ചു നോക്കാം. നീയേ എന്റെ കൂടെ വാ. സൈനത്താ, സൈനത്താ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ പിങ്കിമോളെ. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്, ഇവിടെ ഉണ്ടാകും. സൈനത്താ, സൈനത്താ, ഇവിടെ ആരുമില്ലേ? ആഹാ, ആരായി വന്നത്? നമ്മുടെ കുഞ്ഞാറ്റ കുട്ടിയോ? എന്താ കുഞ്ഞാറ്റെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാരാ പെണ്ണെ എന്റെ കൂടെയുള്ള പുതുമുഖം? ഹോ, ഇതെന്റെ കസിനാണ് സൈനത്താ. പിങ്കി മോള് നാട്ടിൽ നിന്ന് വന്നതാണ് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ. ആണോ? എന്താ രണ്ടാളും ഈ വഴിക്ക്? പാല് വാങ്ങാൻ വന്നതാണോ? അയ്യോ മോളെ, പാല് കറന്നില്ലല്ലോ. നീ കുറച്ചു നേരം കാത്തു നിന്നാ സേനത്ത പാല് കറന്നു തരാം. അയ്യോ സേനത്ത, ഞങ്ങൾ അതിന് പാല് വാങ്ങാൻ വന്നതല്ല. പാല് വാങ്ങാൻ വന്നതല്ലേ, പിന്നെ വെറുതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണോ? അല്ല സേനത്ത, ഞങ്ങൾ ഉസ്മാനെ നോക്കി വന്നതാ. ഉസ്മാൻ ഇല്ലേ ഇവിടെ? ഉസ്മാനോ? ഓനുണ്ട് ഇവിടെ. ഏത് നേരം നോക്കിയാലും ഫോൺ കുത്തിപ്പിടിച്ചിട്ടാ ഉണ്ടാവുക അവന്. സ്കൂളില്ലെങ്കിൽ തലതെറിച്ച ചെറുക്കനെ കൊണ്ട് എനിക്ക് സ്വല്ലപ്പാടാണ്. അകത്തുണ്ട്. സൈനത്ത, ഒന്ന് അവനെ വിളിക്കോ? എന്താ മോളെ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അയ്യോ അല്ല സൈനത്ത, വെറുതെ അവനോട് ഒരു കാര്യം ചോദിക്കാനാണ്. ആ, നമ്മൾ ഇപ്പൊ വിളിക്കാം. ഉസ്മാനെ, എടാ ഉസ്മാനെ, അന്നെ നോക്കിയിട്ട് കുഞ്ഞാറ്റ വന്നിരിക്കുന്നു. ഉസ്മാനെ, കണ്ടില്ലേ? ഫോണിൽ മുഴുകിയിട്ടുണ്ടാകും, അതാ ചെറുക്കന്റെ ചെവി കേൾക്കാത്തത്. ഉസ്മാനെ, എടാ ചെറുക്ക, അന്നെയാ വിളിക്കുന്നത്. അന്റെ ചെവി പൊട്ടിപ്പോടാ കുരിപ്പേ. വിളിച്ചിട്ടെന്താ അനങ്ങാത്തത്? ഉസ്മാനെ. ഓ എന്തുമ്മ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? അകത്ത് നിന്ന് അടയിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി പാട വരാലേ. അന്നെ നോക്കിട്ട് പുറത്ത് ആള് വന്നിരിക്കണോ? അല്ല, നമ്മൾ ഫേമസ് ആയ അതാരണപ്പാ നമ്മളെ നോക്കി പുറത്താള് വന്നത്. ആരാണെങ്കിലും ഒന്ന് ഏന്തി നോക്കാം. ആരപ്പാ അത് നമ്മളെ നോക്കി വന്നത്? ഓ ഇവളായിരുന്നോ? അത് നാശം പിടിച്ച കുഞ്ഞാറ്റിയാണല്ലോ. എന്താണാവോ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതിന്റെ ഉദ്ദേശം? എന്തെങ്കിലും കുനിഷ്ട് പണിയുണ്ടാകും, അത് തന്നെയാണ്. അതാരാ ഓളെ കൂടെ ഉള്ളൊരു സുന്ദരി പെണ്ണ്? ഹാ, ഞമ്മളെപ്പോലെ തന്നെ ഓളും കണ്ണട വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ഞമ്മക്ക് പറ്റിയ കൂട്ടാണല്ലത്. ഒന്ന് ചെന്ന് നോക്കാം. ഉസ്മാനെ, അന്റെ ചെവി പൊട്ടിപ്പോയി കടാ. ഇജ്ജെന്താ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാത്തത്?
ദാ ഉമ്മ ഞമ്മള് വന്ന്. എന്താ കാര്യം? അതടാ അന്നെ നോക്കിട്ട് കുഞ്ഞാറ്റ വന്നിരിക്കണോ. ഇവളോ? ഇജന്ത് ഇവളെ ഇവിടാ? പാല് വാങ്ങാൻ വന്നതാണോ? അല്ലടാ ഉസ്മാനെ, ഞങ്ങൾ നിന്നെ നോക്കി വന്നതാണ്. എന്നെ നോക്കിട്ടോ? എന്താ വിശേഷിച്ചിട്ട് വല്ലതും ഉണ്ടോ? ആരാ എന്റെ കൂടെയുള്ള ഈ കന്നടക്കാരി? ഇതെന്റെ കസിനാണ് പിങ്കി മോള്. ഏ മങ്കി മോളോ? ആ ചേർക്ക മങ്കി മോള് എന്നല്ല, എന്റെ പേര് പിങ്കി മോള് എന്നാ. ഓ സോറി. എന്താ രണ്ടുപേരും കൂടെ ഈ വഴിക്ക്? എടാ ഉസ്മാനെ, കാര്യം കുറച്ച് സീരിയസ് ആണ്, നീ ഇങ്ങോട്ട് വാ. അല്ല, സീരിയസ് ആയ വിഷയമാണോ? എന്താ അത്രയും വലിയ സീരിയസ് വിഷയം? എന്താണെങ്കിലും പറ. അത് പിന്നെ നിന്നോട് കുറച്ച് പറയാനുണ്ട്. ഒന്ന് വേഗം പറഞ്ഞ് തൊലയ്ക്കെന്റെ കുഞ്ഞാറ്റെ. ഓഹോ, അപ്പൊ അതാണ് കാര്യമല്ലേ? അതെ അതെ. അതിന് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നമ്മൾ എന്തോന്ന് ചെയ്യാനാ? അതാണ് ഉസ്മാനെ പറഞ്ഞോണ്ട് വരുന്നത്. നിന്റെ ഒരു സഹായം വേണം ഞങ്ങൾക്ക്. നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നമ്മളെങ്ങനെ സഹായിക്കാൻ നിങ്ങളാ? അതായത് ഉസു അല്ല ഉസ്മാൻ, മാൻ മാൻ. ഓ, അത് മാനോ പൂച്ചയോ എന്തെങ്കിലും ആവട്ടെ. അതായത് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അതെ അതെ, ആ കുഞ്ഞാവിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ പാവയെടുത്ത് നശിപ്പിക്കണം. അതിനു വേണ്ടി നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. സഹായമൊക്കെ ചെയ്യാനേ ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ ഉസു, അതിലെന്തോ എത്രയും വലിയ ആലോചിക്കാൻ? എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ സഹായിച്ചാൽ നിങ്ങൾ എന്ത് തരും എനിക്ക്? നീ ഞങ്ങളെ സഹായിച്ചാലേ നിനക്ക് ഞങ്ങൾ ഷവർമയും ഫലൂദയും ഒക്കെ വാങ്ങിച്ചു തരും. വേണമെങ്കിൽ മന്തിയും ബിരിയാണിയൊക്കെ അതും വാങ്ങിച്ചു തരാടാ. ഹായ്, ഷവർമ ഫലൂദ ബിരിയാണി ഒക്കെ വാങ്ങിച്ചു തരുമോ? അതെടാ കൊതിയ, ഒക്കെ വാങ്ങിച്ചു തരും. അതിനതൊക്കെ വാങ്ങിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? ഓ, എന്റെ അടുത്ത് പൈസ കൊടുക്കേണ്ടേ. ഞാനത് പൊട്ടിച്ചിട്ട് അതിൽ നിന്നുള്ള കാശ് എടുത്തിട്ട് നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരും. നീ ഞങ്ങളെ സഹായിക്കുമോ? പിന്നെന്താ, എപ്പ സഹായിച്ചെന്ന് ചോദിച്ചാ മതി, ഞമ്മള് റെഡി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പിങ്കി മോളെ, ഉസ്മാൻ നമ്മളെ സഹായിക്കുമെന്ന്. ഓ നല്ല ഉസു. ദേ, എനിക്ക് ഉസുവിൽ തീരെ പിടിക്കണില്ലാട്ടോ. എന്നോടല്ലടി പറഞ്ഞത് എന്റെ പേര് ഉസ്മാൻ എന്നാണ്. എവിടെ നിറക്കുമതി ചെയ്തതാടി നിന്റെ ഈ കസിനിനെ? അവൾ നാട്ടിൽ നിന്ന് വന്നതാണ്. കണ്ടിട്ട് കാട്ടിന്ന് വന്നത് പോലെയുണ്ട്. പിന്നെ എന്നെ പോലെ കണ്ണട വെച്ചതല്ലേ എന്ന് കൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. എന്നാലും നടക്കും നിങ്ങൾ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ആ പണി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതെന്താണ് ഉസ്മാനെ നിനക്കിവിടെ പണി? നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നുകൂടെ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എനക്കകത്തെ കാര്യമായിട്ടൊരു പണിയുണ്ട്. എന്താണെങ്കിലും ഞങ്ങളോടും കൂടെ പറടാ. ഹോ, എന്ത് പണിയാണെന്നേ ഞാൻ പറഞ്ഞുതരാം മക്കളെ. എന്താ സേന്താ? അത് നമ്മൾ അടുക്കളയിലെ ചട്ടിയിലുണ്ട് ഇന്നലത്തെ മീൻകറി ചൂടാക്കി വെച്ചിക്ക്. അതിൽ ചോറിട്ട് പെരക്കി തിന്നണം പഹയന്. അതാണ് പണി. ഉമ്മാ, നിങ്ങളെ നമ്മൾ കൊല്ലും. ഒന്ന് പോടെ ചെറുക്ക അവിടുന്ന്. കൊല്ലാൻ നമ്മൾ നിന്ന് തന്നെ. വേഗം എന്ത് നള്ളെന്ന് വെച്ചാൽ കഴിച്ചിട്ട് ഓരോ കൂടെ ചെല്ലി. അല്ല പിന്നെ ഉസ്മാനെ കാണുന്നില്ലല്ലോ. നമ്മൾ എത്ര നേരമായി അവനെയും കാത്തു നിൽക്കുന്നു. അവന്റെ തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവില്ല കുഞ്ഞാറ്റെ. ആ തീറ്റി പണ്ടാരം ചട്ടിയിൽ ചോറ് പെരക്കി തിന്നുന്നുണ്ടാവും. നമ്മൾ എത്ര നേരമായി അവനെയും കാത്തു നിൽക്കുന്നു. ആരെ കാത്തു നിൽക്കുന്നത്? എബ്രേക്കുകൾ സംസാരിക്കുന്നത്. ഹോ ഉസു, നീ വന്നോ? നിന്നെ കാത്തു നിൽക്കുന്ന കാര്യം തന്നെ ഞങ്ങൾ പറയുന്നത്. നീ കണ്ണടേ, നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഉസു എന്ന് വിളിക്കരുതെന്ന്. ഞമ്മക്ക് തീരെ പിടിക്കണില്ല എന്റെ ഉസുവിളി. ഒന്ന് പോടാ അവിടുന്ന്. ഇങ്ങോട്ട് മാറി നിൽക്കിവളെ. കുഞ്ഞാറ്റെ, എന്റെ ഈ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക് നമ്മളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന്. ഞമ്മക്കങ്ങ ദേഷ്യം പിടിച്ച പിന്നെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവൂലേ, കേട്ടുക്കാ? ഹോ എന്റെ ഉസ്മാനെ, നീ ഒന്ന് അടങ്ങ്. നിങ്ങൾ തമ്മിൽ വഴക്കിടല്ല. നിനക്ക് ഷവർമ ഫലൂദയൊന്നും വേണ്ടേ? ഹായ്, ഷവർമ ഫലൂദ വേണം വേണം. എങ്കിൽ പിന്നെ വന്ന കാര്യം ആലോചിക്ക്. അത് ശരിയാണല്ലോ, നമ്മളെന്തിനാ ഇപ്പൊ ഇവിടെ കൂടിയത്? ഓ എന്റെ ഉസ്മാനെ, എന്നോട് മറന്നു പോയോ? കുഞ്ഞാവിയുടെ കയ്യിൽ നിന്ന് പാവ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ശരിയാ, അത് നമ്മളോട് മറന്നുപോയി. ആ പാവ കൊണ്ടുള്ള അവളുടെ കളി നിർത്തണം. ആ പാവ എടുത്ത് കളയാനുള്ള ഐഡിയ എന്തെങ്കിലും ഒന്ന് ആലോചിക്കും നിങ്ങൾ. കുഞ്ഞാറ്റെ, അതൊക്കെ ഉസ്മാന് വെറും നിസാര കാര്യമാണ്. ആ പാവയെടുത്ത് നശിപ്പിച്ചാ പോരെ, അത് ഞാൻ ഏറ്റു. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ആ പാവ എവിടെയാ ഉള്ളതെന്ന് കാണിച്ചു തന്നാൽ മതി. ബാക്കി കാര്യം ഈ ഉസ്മാൻ ഏറ്റു. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? അതായത് പണി കഴിഞ്ഞ ഉടനെ ഫലൂദയും ഷവർമയും മറന്നു പോകണ്ട. ഹോ എന്റെ ഉസു, നീ ഇങ്ങനെ തീരി പണ്ടാരമാവാതെ. നിന്റെ ഉസുവോ? ഒന്ന് പോടി അവളായിരുന്നു. ഇനി എങ്ങാ നീ എന്നെ ഉസു എന്ന് വിളിച്ചാൽ നിന്റെ കണ്ണട നമ്മൾ അടിച്ചു പൊടിച്ചാളിയും. കേട്ടടി പെണ്ണെ?
ചോന്ന മുടി വെച്ചവൾ ഇറങ്ങിയിരിക്കുന്നു. അയ്യോ ഉസ്മാനെ, നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കാതെ. ഇവിടെ നിന്ന് സമയം കളയാതെ എന്റെ കൂടെ വാ. നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. എന്നിട്ട് കുഞ്ഞാലിയുടെ കയ്യിൽ നിന്ന് ആ പാവയെ നശിപ്പിക്കണ്ടേ? എങ്കിൽ അങ്ങോട്ടേക്ക് നടക്ക്. കണ്ടോ ഉസ്മാനെ, അവളെ പാവയും കൊണ്ട് അവിടെ ഇരിക്കുന്നത്? കണ്ടു കണ്ടു. പാറുക്കുട്ടി, നിനക്ക് ഫ്രൂട്ട് വേണോ പാറുക്കുട്ടി? എന്തോന്ന് ഫ്രൂട്ടാ വേണ്ടത്? ആപ്പിള് വേണോ, മുന്തിരി വേണോ, ഓറഞ്ച് വേണോ? എന്താണെങ്കിലും പറയൂ പാറുക്കുട്ടി. അവൾ എന്തോന്നാ വിളിക്കുന്നത്? പാറുക്കുട്ടിന്നോ? അതെ അതെ, അവളെ പാവക്കിട്ട പേരാണ് പാറുക്കുട്ടിന്ന്. ഓ അതാണോ? അവളുടെ അടുത്ത് നിന്ന് എങ്ങനെയാ പാവ എടുക്കുക? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു കാര്യം ചെയ്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അവളെ അങ്ങ് പുറത്തേക്ക് കൂട്ട്. അങ്ങനെ അവൾ വരില്ല ഉസ്മാനെ. അവൾ വരുമ്പോൾ അവളുടെ കൂടെ പാവയും ഉണ്ടാവും. ഓ അത് ശരി. പാറുക്കുട്ടി, നീ എന്തൊന്നും മനങ്ങാത്തത് പാറുക്കുട്ടി? എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് അവളോട് നമ്മളെയും കളിക്കാൻ കൂട്ടുമോ എന്ന് ചോദിക്കാം. ആ പാവയെ വെച്ച് കളിക്കാൻ നമ്മളെയും കൂട്ടിയാൽ നമ്മുടെ കയ്യിലെ പാവയെ കിട്ടുമല്ലോ. ഓ ഉസു, അന്റെ ബുദ്ധി പൊളിച്ചിക്ക്. നിങ്ങൾക്ക് ഉസ്മാൻ ആരാന്ന് അറിയാഞ്ഞിട്ടാ. ഉസ്മാൻ ആരാ മോനെ? എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഇങ്ങോട്ട് വാ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അവളോട് പറഞ്ഞാൽ മതി. ദേഷ്യം പിടിക്കാതെ അവളോട് നിങ്ങൾ പോയി ചോദിക്ക് ഞങ്ങളെയും കളിക്ക് കൂട്ടുമോ എന്ന്. അപ്പൊ അവള് പറയും ആ നിങ്ങളും കളിക്കാൻ പോരി എന്ന്. ഓ ഈ ബുദ്ധി പൊളിക്കും. എങ്കിൽ വേഗം ചെല്ലി. കുഞ്ഞാവേ, കുഞ്ഞാവേ. ആഹാ, നിങ്ങളോ? ഏടാ ഉസ്മാനെ, നിന്നെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. ആ അതുകൊണ്ടാ കുഞ്ഞാവേ നമ്മൾ അന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, ഇതൊന്നും എന്റെ കയ്യില്ലേ? നല്ല ഭംഗിയുള്ള ഒരു പാവയുണ്ടല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി എനിക്ക് പാവയെ? ദേ ഉസ്മാനെ, ഇതിന് പാവാന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇജ്ജെന്താ വിളി പറയുന്നത്? പാവയാണ് പിന്നെ പാവാന്നല്ലാണ്ട് പാറാന്ന് വിളിക്കാൻ പറ്റുമോ? അതല്ല ഞാൻ പറഞ്ഞത്. ഇവക്കൊരു പേരുണ്ട്, പാർക്കുട്ടി. ഇവളെ പാർക്കുട്ടി എന്ന് വിളിച്ചാൽ മതി. ഇതെന്റെ മുത്താണ്, സ്വത്താണ്. അല്ലേ പാർക്കുട്ടി? കുഞ്ഞാവേ കുഞ്ഞാവേ, അന്റെ പാർക്കുട്ടിയും കൂടെ കളിക്കാൻ ഞങ്ങളെയും കൂടെ കൂട്ടുമോ? ഇല്ല, ഞാൻ ആരെയും കൂടെ കൂട്ടില്ല. അതെന്താ കുഞ്ഞാവേ ഇജ്ജങ്ങനെ പറയുന്നത്? ഞമ്മളിന്റെ ഫ്രണ്ട് തന്നെയല്ലേ. ഞമ്മളെയും കളിക്കാൻ കൂടെ കൂട്ടു കുഞ്ഞാവേ. ശരി, കളിക്കാൻ കൂടെ കൂട്ടാം. പക്ഷേ എന്റെ പാർക്കുട്ടിയെ തരില്ല കേട്ടോ. അത് വെച്ച് ഞാൻ മാത്രമേ കളിക്കൂ. നിങ്ങൾക്ക് ആർക്കും ഇവിടെ തൊടാൻ പോലും തരില്ല. വേണ്ട, തരണ്ട. നിന്റെ പാർക്കുട്ടിയെ നീ തന്നെ എടുത്തോ, ഞങ്ങൾക്കാർക്കും വേണ്ട. ശരി, എങ്കിൽ വാ നമുക്ക് കളിക്കാം. അല്ല ഉസ്മാനെ, അവൾ പാവയെ തരില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ അതിനെ എടുത്ത് കളയും? അതൊക്കെ ഉണ്ട് ഇവളെ നമ്മളൊരു ബുദ്ധി കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ കളിക്കുമ്പോൾ അറിയാണ്ട് അവളെ തള്ളിയിടുക. അപ്പോൾ അവൾ വീകുമല്ലോ. അവൾ വീകുന്ന സമയത്ത് ഞാൻ ആ പാവയം എടുത്തോണ്ട് ഓടും. ആ അത് സൂപ്പർ ഐഡിയ. എങ്കിൽ വാ. അതെന്താ നിങ്ങൾ വരണില്ലേ കളിക്കാൻ? വരണു. എങ്കിൽ വേഗം വാ. നമുക്ക് ഇവിടെ നിന്ന് കളിക്കാമല്ലേ? ഇവിടെ നിന്ന് നമ്മൾ എന്ത് കളിയാ കളിക്കുക? നമുക്ക് തൊട്ടാച്ചിറ കളിച്ചാലോ? ഉസു, എനിക്ക് ആ കളി ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും മിണ്ടാതിരിയടി, നിന്നോടിപ്പം ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല. ഏത് സമയം നോക്കിയാലും അവൾ കുസു കുസു എന്ന് വിളിച്ചോണ്ട് നിൽക്കും. കുഞ്ഞാവേ, നമുക്ക് തൊട്ടാച്ചിറ തന്നെ കളിക്കാം. ശരി, ആരാവും കാക്ക? കാക്ക ദേ മങ്കി മോളാവട്ടെ. ഞാനോ? അതെ, നീ തന്നെ. നീ ഓടിച്ചിട്ട് ഞങ്ങളെ പിടിക്കണം. നീ ആദ്യം ആരെയാണോ പിടിക്കുന്നത് അവരാണ് രണ്ടാമത്തെ കാക്ക. ആ ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, എങ്കിൽ റെഡി, 1 2 3 എല്ലാവരും ഓടിക്കോ. ദേ അധികം ദൂരം ഒന്നും ഓടരുത്. എനിക്ക് ഇവിടെ ഒന്നും പരിചയമില്ലാത്ത സ്ഥലമാണ്. ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. നീ ഓടി വാ. നീ എന്തിനാണ് ഉസ്മാൻ എന്റെ പുറകെ വരുന്നത്? നീ വേറെ വഴിക്കോട്. ഇല്ല, എനിക്ക് ഈ വഴിയാണ് ഇഷ്ടപ്പെട്ടത്. നീ ഓടിക്കോ. എടാ ഉസ്മാനെ, നീ എന്റെ പുറകെ ഓടാതെ നീ അങ്ങോട്ടേക്ക് ഓട്. ഒന്ന് പോടി കുഞ്ഞാവിയായിരുന്നു, എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ഓടണം. ഉസ്മാനെ, നീ ഇങ്ങോട്ടേക്ക് ഓടാതെ. എന്റെ കാല് താടി ഞാനിപ്പോ വീഴും. അങ്ങോട്ട് മാറി നിക്കടി കുഞ്ഞാവേ. അയ്യോ, എന്റെ പാർക്കുട്ടി വീണു. പാർക്കുട്ടി. അയ്യോ അമ്മ, ഞാൻ വീണേ. കുഞ്ഞാവേ, അമ്മ ഓടി വാ, ഞാൻ വീണേ. അയ്യോ ഉസ്മാനെ, നീ എന്തോന്ന് അവളെ ചെയ്തത്? ഇതൊക്കെ എന്റെ ബുദ്ധിയാണ്. നിങ്ങൾ വേഗം അവളെയും കൂട്ടിപ്പോടി. പാവയും എടുത്തോണ്ട് ഞാൻ വരാം. വേഗം ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ശരി ഉസ്മാനെ. എനിക്ക് അമ്മയുടെ അടുത്ത് പോണം. അയ്യോ, എന്റെ കാല് വേദനിക്കുന്നേ. മുത്തശ്ശി, അമ്മ ഓടി വാ. അയ്യോ കുഞ്ഞാവേ, നീ കരയാതെ, ഞങ്ങളില്ലേ ഇവിടെ. വാ, നിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അയ്യോ, അതിനെനിക്ക് ഇവിടെ നിന്ന് മേനേൽക്കാൻ വയ്യ. വാ പിങ്കി മോളെ, അവളുടെ കൈ മെല്ലെ പിടിക്ക്. നമുക്ക് മെല്ലെ താങ്ങി അങ്ങ് അകത്തേക്ക് കൊണ്ടുപോകാം. അയ്യോ, എന്റെ കാല് പൊട്ടിയെന്നാ തോന്നുന്നത്. ദാ ഉസ്മാനെ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. മെല്ലെ എന്റെ കൈ പിടിച്ചോണ്ട് നടക്ക് കുഞ്ഞാവേ. അയ്യോ, എന്റെ പാർക്കുട്ടി എടുത്തില്ലല്ലോ. കുഞ്ഞാവേ, നീ അതൊന്നും ഇപ്പൊ നോക്കണ്ട. നിന്റെ പാർക്കുട്ടിയെ ഉസ്മാൻ എടുത്തോളൂ. ദാ ഉസ്മാനെ, എന്റെ പാർക്കുട്ടി
ചിക്കാച്ച ജിങ്കി ചിക്കാച്ച ഉസ്മാൻ ഫലൂദ ഷവർമയും കിട്ടിയേ. ഹൈ ഹൈ. ഹോ, അവളുടെ ഒരു പാവ. ഉസ്മാൻ ഒരു കാര്യമേറ്റാലേ അത് നടത്തുമെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഈ പാവ ഇപ്പൊ എവിടത്തേക്കാ കളയുക? എന്റെ ബാഗിലിട്ട് അങ്ങ് എടുത്തിട്ട് കാട്ടിൽ കൊണ്ടേ കളഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, കാട്ടിലൊറ്റയ്ക്ക് പോകാനേ എനിക്ക് പേടിയാണ്. ഇതിനെടുത്തിട്ടേ തോട്ടിലേക്ക് ഒഴുക്കി വിടാം. അതാകുമ്പോൾ ഒലിച്ചു പോകും. അല്ലോ, എന്താ പാവ അനങ്ങണേ? ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന പാവയാണോ? അല്ല, ഇതെന്താ മറിമായം? അതെന്താണ് ശബ്ദം കേൾക്കണത്? അല്ലോ, പാവ മാറി. ഇതേതാ ഈ പാവ? പഠിച്ചോനെ, പ്രേതം. അല്ലോ, നമ്മളെ രക്ഷിക്കേ, പ്രേതം വരുന്നേ. ഒന്ന് ഓടി വായേ, ആരുമില്ല ഇവിടെ നമ്മളെ രക്ഷിക്കാൻ. അയ്യോ, ഇതെന്ത് പറ്റി? എന്തിനാ എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത്? എന്താ എന്താ സംഭവം? അയ്യോ മുത്തശ്ശി, അത് പിന്നെ ഈ കുഞ്ഞാവ വീണു. മുത്തശ്ശി, ഞാൻ വീണതല്ല മുത്തശ്ശി, എന്നെ തള്ളിയിട്ടതാണ്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ആര് തള്ളിയിട്ടെന്നാ? എടി പിങ്കി മോളെ, നീയാണോ? അയ്യോ മുത്തശ്ശി, ഞാനല്ല. പിന്നെ ഈ കുഞ്ഞാറ്റിയാണോ? അയ്യോ മുത്തശ്ശി, ഞാനുമല്ല. പിന്നെ പിന്നെ വേറെ ആരാ ഇവിടെ തള്ളിയിട്ടത്? മുത്തശ്ശി, എന്റെ കാല് വേദനിക്കുന്നു മുത്തശ്ശി. അയ്യോ മോളെ കരയാതെ, ഇങ്ങോട്ട് വാ, മുത്തശ്ശി പിടിക്കാം. വാ മുത്തശ്ശിയുടെ മോളെ, ഇങ്ങോട്ടേക്ക് വാ. മുത്തശ്ശി, ആരാ മോളെ തള്ളിയിട്ടത്? ആരാണെങ്കിലും മുത്തശ്ശിയോട് പറയോ? അതാ ഉസ്മാനാണ് എന്നെ തള്ളിയിട്ടത്. ഉസ്മാനോ? അതാരാ? അത് മുത്തശ്ശി, ഇവിടെ അടുത്തുള്ള കുട്ടിയാണ്. അവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ആഹാ, നിങ്ങളുടെ ഫ്രണ്ടാണെങ്കിലും ബേക്കാണെങ്കിലും ഇവളെന്തിനാവും തള്ളിയിട്ടത്? അയ്യോ മുത്തശ്ശി, അവൻ അതിന് ഇവളെ മനഃപൂർവ്വം തള്ളിയിട്ടതല്ല. ഞങ്ങൾ കളിക്കുകയായിരുന്നു. കളിക്കുമ്പോൾ ഇവൾ വീണതാണ്. ശ്രദ്ധയില്ലാതെ ഓരോ കളി കളിക്കാൻ തുടങ്ങും. എവിടെ അവൻ? മുത്തശ്ശി, അവൻ അവിടെയുണ്ട്. എന്റെ മുന്നിൽ അങ്ങനെ അവനെ കാണട്ടെ, അവന്റെ പരിപ്പ് ഞാൻ എടുക്കും. വാ മോളെ, മുത്തശ്ശിയുടെ കൈ മെല്ലെ പിടിക്ക്, നമുക്ക് അകത്തോട്ടേക്ക് പോകാം. മുത്തശ്ശിയുടെ കണ്ണിൽ ഉസ്മാനെ കാണാത്തത് ഭാഗ്യമായി. അല്ലെങ്കിൽ ഇപ്പൊ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കൊണ്ടേനെ അവനിക്ക്. അതെ അതെ, അങ്ങനെയാണെങ്കിൽ അവൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമായിരുന്നു. എന്തോ ഭാഗ്യത്തിനാ നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലോ, നമ്മളെ രക്ഷിക്കേ. അയ്യോ, അതെവിടെ ശബ്ദം കേൾക്കുന്നത്? നീ പറഞ്ഞത് ശരിയാണല്ലോ, ആരുടെ ഒരു കരച്ചിൽ കേട്ടല്ലോ. ആരാണത്? അത് നോക്ക്, അത് ഉസ്മാനല്ലേ? അതെ, അവനെന്തിനാ ഇങ്ങനെ പേടിച്ചോണ്ട് മോടുന്നത്? എടാ ഉസ്മാനെ, നീ എന്തിനാ പേടിച്ചോണ്ട് മോടുന്നത്? അത് പിന്നെ എടാ ഉസു, നീ കിടക്കാതെ കാര്യം പറ. അത് പിന്നെ അവിടെ എന്താണാണ് അവിടെ ഉള്ളത്? നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? നീ എന്തെങ്കിലും പേടിച്ചു നിൽക്കുന്നത്? അയ്യോ കുഞ്ഞാറ്റെ, അവിടെ ഇല്ലേ ആ പാവയില്ലേ? ആ പാവ എവിടെ? നീ എന്താ പാവ എടുക്കാതെ ഇങ്ങോട്ടേക്ക് വന്നത്? പാവയെ കളഞ്ഞോ നീ? എടി, അത് പാവയല്ല, അത് പ്രേതമാണ്, പ്രേതം. എന്ത് പ്രേതമോ? അതെ, പ്രേതം. നീ എന്തൊക്കെയാണ് പറയുന്നത്? സത്യമാണോ നീ പറയുന്നത്? സത്യമാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഞാൻ അവിടെ പ്രേതത്തെ കണ്ടു. കുഞ്ഞാവയും കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? അപ്പോൾ ഞാൻ ആ പാവ എടുത്ത് കളയാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നതാണ്. നോക്കുമ്പോൾ ആ പാവ കല്ലുമ്മ നിന്നു അനങ്ങുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു അത് ബേട്ടയിൽ നിന്ന് മടങ്ങുന്നതായിരിക്കുമെന്ന്. എന്നിട്ട് ഞാൻ ആ പാവ എടുക്കാൻ ചെന്നു. പെട്ടെന്ന് ആ പാവ മാറി. എന്തൊക്കെയാണ് ഉസ്മാനെ നീ പറയുന്നത്? പേടിയാവുന്നു. സത്യമായി ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ ആ പാവയല്ല ഞാൻ കണ്ടത്, ഒരു പ്രേതത്തെയാണ്, ഒരു പ്രേത കുട്ടിയെ. അയ്യോ, എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. പിന്നെ ഞാൻ ആ പാവയും അവിടെ ഇട്ട് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. എടി കുഞ്ഞാറ്റെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അതൊരു പ്രേത പാവയാണെന്ന്? നീ അന്ന് വരച്ച ചിത്രം തലയോട്ടിയാക്കി മാറ്റിയത് ആ പാവ തന്നെയാണ്. പാവം നമ്മുടെ കുഞ്ഞാവ, അവൾ പ്രേതത്തിന്റെ പിടിയിലാണുള്ളത്. എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? കുഞ്ഞാവയെ നമ്മൾ എങ്ങനെയാ പ്രേതത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുക? ആ പാവയെ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊന്നും അറിയില്ല. ആ പാവയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ നിന്നും വേറൊരു ശബ്ദം കേട്ടു ഞാൻ. ഒരുമാതിരി നായി ഊരിടുന്ന ശബ്ദവും പ്രേതത്തിന്റെ കൂക്കി വിളിയുമൊക്കെ. നമ്മൾ ഈ വിവരം കുഞ്ഞാവയോട് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. നീ പറഞ്ഞത് ശരിയാണ് പിങ്കി മോളെ, കാരണം അവൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ആ പാവയോട്. നമുക്ക് ഈ
വിവരം മുത്തശ്ശിയോടും ചെറിയമ്മയോടൊക്കെ പറഞ്ഞാലോ? നീ എന്ത് മണ്ടത്തരമാ പിങ്കി മോളെ പറയുന്നത്? അവരോടൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ പാവയും കൊണ്ട് വന്നതിന് അവർ നമ്മൾ വഴക്ക് പറയില്ലേ? അതെ അതെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയേ കാണുന്നുള്ളൂ. എങ്ങനെയെങ്കിലും നമുക്ക് കുഞ്ഞാവയെ പാവയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണം. ആ പാവയെ നശിപ്പിക്കണം. എന്തായാലും വാ, നമുക്ക് കുഞ്ഞാവയോട് വിവരം പറയാം. അയ്യോ, ആ പാവ എങ്ങനെ ഇവിടെ വന്നു? ഇതാരാണ് ഈ പാവ ഇവിടെ കൊണ്ടുവച്ചത്? കുഞ്ഞാവേ, നിങ്ങളോ? ഉസ്മാനെ, നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നീ എന്റെ പാവ ഇവിടെ കൊണ്ടുവച്ചില്ലേ? ഞാനോ? അതെ, നീയല്ലേ എന്റെ പാവ ഇവിടെ കൊണ്ടുവച്ചത്. ഞാൻ വിചാരിച്ചു എന്റെ പാർക്കുട്ടി എനിക്ക് നഷ്ടമായെന്ന്. കുഞ്ഞാറ്റെ, പിങ്കി മോളെ, ഇവിടെ എന്തോ നീ പറയുന്നത്? ഞാനൊന്നുമല്ല പാവ അവിടെ കൊണ്ടുവച്ചത്. എടി കുഞ്ഞാവേ, സത്യമായിട്ട് നിന്റെ പാവയെ ഞാനല്ല അവിടെ കൊണ്ടുവച്ചത്. നീയല്ലേ? പിന്നെ ആരാ പാവ ഇവിടെ കൊണ്ടുവച്ചത്? കുഞ്ഞാവേ, കുഞ്ഞാവേ, നിന്നോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്ത് കാര്യമാ പറയാനുള്ളത്? അത് പിന്നെ കുഞ്ഞാവേ, നിന്റെ ഈ പാവയില്ലേ, ഈ പാവ വെറുമൊരു പാവയല്ല, ഇതൊരു പ്രേതമാണ്. പ്രേതം. പ്രേതമോ? ആരാ നിങ്ങളോട് ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞത്? കുഞ്ഞാവേ, ഇത് മണ്ടത്തരമല്ല, സത്യമാണ്. അല്ലെങ്കിൽ നീ തന്നെ ആലോചിച്ചു നോക്ക്, ആ മുറ്റത്തുള്ള പാവ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ എന്റെ പാർക്കുട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് നുണ പറയുന്നതാണ്. നിങ്ങൾ തന്നെയല്ലേ പാർക്കുട്ടി ഇവിടെ കൊണ്ടുവച്ചത്? അല്ല കുഞ്ഞാവേ, സത്യമായിട്ടുമല്ല. വേണ്ട, വെറുതെ നുണ പറയണ്ട. ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് മുത്തശ്ശിയെ വിളിക്കും. മുത്തശ്ശിയോട് ഞാൻ പറയും, ഈ ഉസ്മാൻ ഇവിടെ കണ്ടാലേ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊള്ളൂ. അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് പോട്. ഓരോ പച്ച നുണയുമായി വന്നിരിക്കുന്നു അവർ. കുഞ്ഞാവേ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. എനിക്കൊന്നും വിശ്വസിക്കണ്ട. നിങ്ങളോടാണ് പോകാൻ പറഞ്ഞത്. വാടി കുഞ്ഞാറ്റെ, നമുക്ക് പോകാം. ഇപ്പൊ അവൾ നമ്മൾ പറയുന്നതൊന്നും വിശ്വസിക്കില്ല. അവൾ തന്നെ നേരിട്ട് കണ്ടെല്ലാം മനസ്സിലാക്കട്ടെ. നോക്കി നിൽക്കാതെ ഒന്ന് വേഗം നടക്ക് പിള്ളേരെ. ഓ എന്റെ അമ്മ, ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവരൊന്നും ഇവിടെ ഇല്ലേ? അമ്മ, അമ്മ, അമ്മ. അതാരാ പുറത്തൊരു ഭിക്ഷക്കാരി വന്നത്? ആ, അമ്മയ്ക്ക് പറ്റിയ പേര് അത് തന്നെയാ. ഒന്നും മിണ്ടാതിരിയടാ. ആരാ പുറത്ത് വന്നത്? അശോ, ഇതാരാ? കമലയോ? നിന്റെ വിളി കേട്ടിട്ടെ ഞാൻ വിചാരിച്ചു വല്ല ഭിക്ഷക്കാരിയുമാണെന്ന്. ഓ, അല്ലെങ്കിലും അമ്മയ്ക്ക് അങ്ങനെ തന്നെയല്ലേ എന്നെ കൊണ്ട് എപ്പോഴും തോന്നാറുള്ളത്. ഞാൻ അമ്മയെ കാണാനുള്ള കൊതി കൊണ്ട് അങ്ങ് നോടി വരും. എന്നിട്ടോ ഇങ്ങനെയുള്ള ഓരോ പറച്ചിലും. നീ അമ്മ കമ്മാന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിപ്പോയതാണ്. ഒന്ന് വീട് കമലേ. ഹായ്, ഇതെവിടുന്നാ നല്ല പഴുത്ത വാഴക്കുല കിട്ടിയത്? ഇത് നമ്മുടെ തൊടിയിലുണ്ടായതാണമ്മ. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നല്ല മധുരമുള്ള വാഴപ്പഴമാണ്. ആണോ? വന്ന കാലിൽ ഇവിടെ തന്നെ നിൽക്കാതെ ഞാൻ അകത്തേക്ക് വാ കമലേ. അതെന്താ അമ്മ ഇവിടെ ആരെയും കാണാത്തത്? ഓ, നിന്റെ മോളും ഇവിടുത്തെ രണ്ട് തലനിറച്ച പിള്ളേരും കൊണ്ട് അപ്പത്തുനിന്ന് കളിക്കുന്നു. സീത അകത്തുണ്ട്. എങ്കിൽ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതാരുടെ ശബ്ദമാ ഇവിടെ നിന്നും കേട്ടത്? മമ്മിയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നത് മമ്മി വന്നിട്ടുണ്ടെന്നാണ്. കമലമ്മ വന്നെന്നോ? അയ്യോ, ജോലിയായിരിക്കും. വേഗം വാ, നമുക്ക് അകത്തോട്ട് ചെന്ന് നോക്കാം. സീതേ, സീതേ, ഇതാരൊക്കെയാ വന്നതെന്ന് നോക്ക് നീ. സീതേ, സീതേ. അയ്യോ, എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു കൂവണത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നോക്കടി സീതേ, ഇതാരൊക്കെയാ വന്നതെന്ന്. ഹായ്, ചേച്ചിയോ? ഇതെന്താ ചേച്ചി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട്? അതെന്താടി സീതേ അങ്ങനെ? എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ കത്തൊക്കെ അയക്കണോ? അയ്യോ, അതുകൊണ്ടല്ല ചേച്ചി, പെട്ടെന്ന് വന്നത് കൊണ്ട് ചോദിച്ചതാണ്. ഇത് ഇവിടുന്ന് ഈ വാഴക്കൊല. എടി സീതേ, ഇത് നമ്മുടെ തൊടിയിലുണ്ടായതാണ്. നീ ഇതങ്ങോട്ട് വാങ്ങി വെക്ക്. ഒരു പെണ്ണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആഴ്ച ഒന്നായില്ലേ? എന്താണ് അവളുടെ സ്ഥിതി? എവിടെ അവള്? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആരി? പിങ്കി മോളോ? എന്തെങ്കിലും കുറുമ്പ് കാണിച്ചോ സീതേ? നിനക്ക് അവളെ കൊണ്ട് ശല്യമായോ? എന്തൊക്കെയായി ചേച്ചി പറയണത്? അവൾ ഇവിടെ നിന്നിട്ട് എന്ത് ശല്യമാവാനാ? കുഞ്ഞാറ്റേക്കും കുഞ്ഞാവക്കൊക്കെ നല്ല ജോലിയാണ്. അവരൊക്കെ തൊടിയിൽ നിന്ന് കളിക്കുകയാണ്. അല്ലെങ്കിലും അവൾക്ക് നിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് കുറുമ്പ് കൂടുതൽ. ഇവിടെ നിന്നും ഒരു കുഴപ്പവുമില്ല. മമ്മി, അപ്പസേ, കുഞ്ചേസേ. ആഹാ, ഇതാരൊക്കെയായി വന്നത്? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്?
ഇവിടെ എന്ത് ജോലിയാണെന്ന് അറിയാമോ? ഇതെന്താ കുഞ്ഞാറ്റയും കുഞ്ഞാവിയും ഒന്നും അനങ്ങാത്തത്? ഒന്നുമില്ല ചിറ്റേ, ചിറ്റക്ക് സുഖം തന്നെയല്ലേ? പിന്നെന്താ, ചിറ്റക്ക് സുഖം തന്നെയാണ്. ഹായ് വാഴപ്പഴം, ചിറ്റ കൊണ്ടുവന്നതാണോ? അതെ മക്കളെ, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാ. ഇനിയിപ്പോ കൊതിച്ച് പാറോക്ക് അത് മതി. ആ കൊല തീർന്നാലേ ഇനി അവൾക്ക് സമാധാനം ഉണ്ടാകും. ഒന്ന് പോ അമ്മ അവിടുന്ന്. വേണ്ടടി സീതേ, പിള്ളേരല്ലേ, അവർ കഴിച്ചോട്ടെ. അവർക്ക് കഴിക്കാൻ വേണ്ടിട്ട് തന്നെയാ ഞാനത് കൊലയോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക ചിറ്റേ. എന്താ പിങ്കി, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോണ്ടേ? ഇവിടെ തന്നെ കൂടാനാണോ നിന്റെ പ്ലാന്? അയ്യോ ചിറ്റ, തിരിച്ച് വീട്ടിലേക്ക് പോകാനോ? ചിറ്റ എന്തൊക്കെയാ പറയണത്? പിങ്കി മോളെ ഞങ്ങൾ എവിടേക്കും വിടില്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നിട്ട് പൂതി മാറിയിട്ടില്ല. എത്ര ദിവസമായി കുട്ടി അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട്? അവളെ തിരിച്ചു കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എന്തൊക്കെയാ ചേച്ചി പറയണത്? വന്ന കാര്യത്തിന് മുന്നേ പോണ കാര്യമാണോ പറയണത്? ഇപ്പോൾ ആരും എവിടേക്കും പോകണ്ട. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി. അതെ അതെ, കുറച്ച് ദിവസം എല്ലാവർക്കും കൂടെ ഇവിടെ ഒന്നിച്ച് നിൽക്കാം. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ, പിന്നെ എന്തോന്ന് അങ്ങ് പോയിട്ട് ധൃതി? അതല്ല അമ്മ, വീട് അടച്ചിട്ടാൽ ആകെ നാശാവും. അയറ്റാ വലിയ കൊട്ടാരമൊന്നുമല്ലല്ലോ നിന്റെ വീട്, പിന്നെന്താ? എന്നാലും അമ്മ, ഒരെന്നാലും ഇല്ല, കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അതെ ചേച്ചി, എല്ലാവർക്കും കൂടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാലോ. ചേച്ചി ചേച്ചി ഇരിക്ക്, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. മമ്മി മമ്മി, പാത്തുമ്മ എവിടെ? അവളും എന്റെ കൂടെ വന്നിരുന്നു. ഇവിടെ അടുത്ത് അവളുടെ ഒരു ബന്ധുവുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാ. പാത്തുമ്മക്കും ഇവിടെ ബന്ധുണ്ടോ? ആരാത്? എന്താ അവളുടെ പേര് പറഞ്ഞത്? സൈന എന്നാണ്. സൈനാണോ? അതെ മക്കളെ, സൈന എന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോ നമ്മുടെ അലിയുടെ ഉമ്മയായിരിക്കും. ശരിയാ ശരിയാ, അലിയുടെ ഉമ്മയുടെ പേര് സൈനാന്നല്ലേ? ഇവിടെ അടുത്താണോ അവരുടെ വീട്? അതെ മമ്മി, ഇവിടെ അടുത്താണ് അവരുടെ വീട്. എന്നാ പിന്നെ അവൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക. ശരി മക്കളെ, എന്നാ നിങ്ങൾ സംസാരിക്ക്, ഞാനും അടുക്കളയിലോട്ടേക്ക് ചെല്ലട്ടെ. എടാ അപ്പൂസേ കുഞ്ചുസേ, എന്തൊക്കെയാണ് വിശേഷം? എത്ര ദിവസമായിടാ നിങ്ങളെ കണ്ടിട്ട്? നീ ഒന്നും പറയണ്ട, എത്ര ദിവസമായി ഞങ്ങളെ വിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട്? അതെ അതെ, നിനക്ക് ഞങ്ങളെ കാണണമെന്നുള്ള വല്ല വിചാരവുമുണ്ടോ? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ബോറടിക്കുന്നു. നീ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ട് 2-3 ദിവസം കിടന്നുറങ്ങി. കണ്ടോ കുഞ്ഞാവേ കുഞ്ഞാറ്റെ, വീട്ടുകാർക്ക് രണ്ടിനും എന്നോടൊരു സ്നേഹവുമില്ല. അവര് തമാശ പറഞ്ഞതാണ് പിങ്കിമോളെ, നീ വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങളില്ലേ. നിങ്ങൾ വാ, നമുക്ക് പുറത്തു പോയിട്ട് അവിടെ നിന്നും കളിക്കാം. അതെ അതെ, ഇവിടെ തൊടിയിൽ ഒരു മരത്തിൽ നിറയെ ഞാവൽ പഴം ഉണ്ടായിട്ടുണ്ട്, നമുക്കത് പറിച്ചാലോ? ഹായ്, ഞാവൽ പഴമോ? എങ്കിൽ വേഗം വാ. ഹായ്, എന്തോരം ഞാവൽ പഴമ ഇതിന്മേൽ ഉണ്ടായത്. ശരിയാണല്ലോ, ഇതെന്താ പറിക്കാതെ ഇവിടെ തന്നെ വെച്ചതിങ്ങനെ? അത് പറിക്കാൻ പാകമായില്ലായിരുന്നു, ഇപ്പോഴാണ് പറിക്കാൻ പാകമായത്. അതെ അതെ, ഇപ്പോൾ അതിന് നല്ല മധുരമാണ്. പറിക്കാതിരുന്ന നന്നായി, ഇവർക്കും കൂടെ കഴിക്കാമല്ലോ. എന്തോ നീടെ ഞാനില്ലാതെ ചർച്ച? തീരെ കൊതിയൻ വന്നോ? ഞങ്ങൾ ഞാവൽ പഴത്തിന്റെ കാര്യം പറയുകയായിരുന്നു. അത് പഴുക്കാറായോ? അത് പഴുത്തിട്ടാണുള്ളത്. ആണോ? എന്നിട്ടാണ് നിങ്ങൾ പറിക്കാതെ വെച്ചത്? നിങ്ങളൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ പറിക്കാം. അല്ല, ഇതാരാ രണ്ട് പുതിയ ആൾക്കാര്? ഏതാണ് ഈ കറുമ്പൻ? നീ ഏതാടാ കണ്ണടേ? ഞാനിവിടൊക്കെ തന്നെ ഉള്ളതാ, നിങ്ങൾ ഏതാണ്? എടാ ഉസ്മാനെ, അത് പിങ്കിമോളുടെ അനുജന്മാരാണ്. ഈ മങ്കിമോളുടെ അനുജന്മാരാണോ? എങ്കിൽ ഇത് ഡോങ്കികളായിരിക്കും അല്ലേ? കുഞ്ഞാറ്റെ കുഞ്ഞാവേ, ഇവൻ ഏതാണ്? ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ് അപ്പൂസേ. അതൊക്കെ വീട്, നമുക്ക് ഈ ഞാവൽപ്പഴം പറിക്കണ്ടേ? നമ്മുടെ കയ്യെത്തുന്ന സ്ഥലത്ത് തന്നെ എത്രയാ ഞാവൽപ്പഴം ഉണ്ടായത്. ഏടാ, ഈ ഞാവൽപ്പഴം പറിക്കാൻ നിന്റെ സഹായം വേണ്ട, ഞങ്ങൾക്കറിയാം പറിക്കുന്നത്. സാരമില്ല കുഞ്ചൂസേ, അവനോട് തർക്കിക്കാൻ നിൽക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറിക്കാൻ ഞാവൽപ്പഴം. അതാണ് ശരി, പിങ്കിക്കാണ് ബുദ്ധിയുള്ളത്. എങ്കിൽ നിങ്ങൾ പോയി വേഗം ഒരു ഇല പറിച്ചിട്ട് വാ, ഞാനിതൊക്കെ പറിച്ചിടട്ടെ. ഞാൻ പോയി ഇല പറിക്കാം. വേഗം വരണേ അപ്പൂസേ, അല്ലെങ്കിൽ ഈ തീറ്റക്കൊലി മുഴുവൻ തിന്നു തീർക്കും. ശരി. ഇതൊന്നും ഞമ്മക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. പിടിച്ചോ, ഞാവൽപ്പഴം. കർമ്മ ഇതൊന്ന് പിടിച്ചേ. ഇല കിട്ടി, ഇതിൽ പറിച്ചിട്ടോളൂ. അയ്യോ, ഇനിയുള്ളതൊക്കെ മുകളിലാണല്ലോ. അതിനെന്താ, ഞാൻ കയറി പറിക്കാം മുഴുവൻ. എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഉസ്മാനെ, ഇതൊക്കെ എന്റെ കൈകൊണ്ട് പറിക്കാൻ പറ്റുന്നതാണ്. ഇല ഇങ്ങോട്ട് കൊണ്ടുവാ.
ഇതൊക്കെ ആ ഇലയിലേക്ക് ഇട്. ഹോ, ഇതൊക്കെ ഇലയിലേക്ക് ഇടണ്ട, ഇതൊക്കെ എന്റെ വായിലേക്കിടാം. ഡാ കൊതിയ, നീ അത് കൊലയോടെ വിഴുങ്ങിയോ? ഞമ്മക്ക് അതൊക്കെ നിസാരം. ആ മതി മതി, ഇനി പറിച്ചതൊക്കെ മതി. ഇനിയും പറിച്ചാലേ ഈ കൊതിയുടെ ഒരെണ്ണം പോലും നമുക്ക് തരില്ല. വാ, ആ പറിച്ചത് നമുക്ക് അവിടെ ഇരുന്ന് തിന്നാം. എങ്കിൽ എല്ലാവരും വേഗം വാ. ഇവിടെ എന്താ ഇപ്പൊ കഥ? മുത്തശ്ശിയും കൊച്ചുമക്കളും തമ്മിൽ എന്താ ഇവിടെ ഒരു പരിപാടി? ഒന്നുമില്ലടി, ഞാൻ പിള്ളേർക്ക് ഒരു ഊഞ്ഞാലി കെട്ടിക്കൊടുത്തതാണ്. അവരതിന്മേൽ നിന്ന് ആടി കളിക്കട്ടെ. ഹാ ബെസ്റ്റ്, അമ്മക്ക് കാണാം. ആടി കളിക്കലല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടാവുക. എല്ലാരും കൂടെ അടികൂടി കളിക്കലാ ഉണ്ടാവുക. അമ്മക്കിപ്പൊ കാണാത്. മമ്മി വെറുതെ ഓരോന്ന് പറയാതെ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഹാ, അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാലേ നിങ്ങൾക്ക് നല്ലത്. ദേ, അടികൂടാണ്ട് കളിച്ചോണം കേട്ടോ. അടികൂടി എങ്ങാനും കളിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയാമല്ലോ. അമ്മ ഇതാരോടെ പറയണത്? നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത്രയും കുറുമ്പുള്ള കുട്ടികളെ അമ്മ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി. അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്ന നന്നായി. ദേ, നമ്മളോടെ അടികൂടാണ്ട് കളിക്കാനാണ് പറഞ്ഞത്. അത് ശരിയാണ്, മുത്തശ്ശി പറഞ്ഞത് എല്ലാരും കേട്ടില്ലേ? കേട്ടു കേട്ടു. എങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് മാറി, ഞാൻ ഫസ്റ്റ് ഊഞ്ഞാലിൽ കയറട്ടെ. അമ്പട പുളിസോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഫസ്റ്റ് കാരണം ഊഞ്ഞാലിൽ. ആ പൂതി മോളെ മനസ്സിൽ വിചാരിച്ചാ മതി. ഞാനാണ് ഫസ്റ്റ് ആടുന്നത്. ഒന്ന് പോടി കുഞ്ഞാവി അവിടുന്ന്. ഞാനാണ് ഊഞ്ഞാലിൽ ഫസ്റ്റ് ആടുന്നത്. നീ ഇങ്ങോട്ട് മാറി പിങ്കി മോളെ, സമ്മതിക്കില്ല ഞാൻ. എനിക്കാരാണ് ഫസ്റ്റ്. എപ്പോഴും നീ എല്ലാത്തിനും ഫസ്റ്റ്. ഇത് ഞാനാണ്. ഹായ് ഹായ്, എന്താ സുഖം ഊഞ്ഞാലിൽ നിന്ന് ആടാൻ. ഞാൻ കയറുന്നതിന് മുന്നേ നീ കയറിയല്ലേ ഊഞ്ഞാലിൽ? എടി കുഞ്ഞാവേ, താഴെ ഇറങ്ങടി. ഇല്ല, ഞാൻ ഇറങ്ങത്തില്ല. ഇനി ഞാനാ ഫസ്റ്റ് അടിച്ചേ. നീ ഫസ്റ്റ് അടിച്ചാലും ഇല്ലെങ്കിലും നിന്നോടാ താഴെ ഇറങ്ങാൻ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇറങ്ങത്തില്ലല്ലോ. ഞാൻ ആടിയിട്ടേ നിങ്ങളൊക്കെ ആടിയാൽ മതി. എന്നോടാണോടി നിന്റെ കളി? നിന്നോടാ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത്. ഇറങ്ങടി കുഞ്ഞാവേ, എന്റെ കാല് വിട്. ഇറങ്ങടി. എന്റെ കാല്. മുത്തശ്ശി ഓടി വാ. അയ്യോ പിങ്കി മോളെ, നീ എന്താ ചെയ്യണത്? അവളുടെ കാല് വിട്. ഇല്ല, വിടില്ല. ഇവളോട് ഊഞ്ഞാലിൽ വന്ന് ഇറങ്ങാൻ പറ. അയ്യോ കുഞ്ഞാവേ, ഉസ്മാനെ എന്നെ രക്ഷിക്ക്. മുത്തശ്ശി ഓടി വാ. എടി പിങ്കി മോളെ, എന്റെ കാലിൽ വന്ന് വിട്. ഞാനിപ്പോ താഴെ വീഴും. ഇല്ല, വിടില്ല. നിന്നോടാ മര്യാദയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞത്. എടി പിങ്കി മോളെ, നീ അവളുടെ കാലിൽ വന്ന് വിട്. എടി കുഞ്ഞാവേ, നീ ഇതിൽ ഇടപെടണ്ട. നീ അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ കൈ വന്ന് വിട്. എടി പിങ്കി മോളെ വിട്. ഇല്ല, വിടില്ല. അയ്യോ, ഞാനിപ്പോ ഇതിമന്ന് വീഴും. എടി പിങ്കി മോളെ, നീ കളിക്കാതെ അവളിപ്പോ അതിമന്ന് വീഴും. നീ പോടാ കക്കൂസേ, ഞാൻ വിടില്ല. അയ്യോ, എന്നെ രക്ഷിക്കേ, ഞാനിതാ വീഴുന്നേ. അയ്യോ, 3 വീണല്ലോ. എന്തോ ഇവിടെ കുറെ നേരമായല്ലോ. നിങ്ങൾക്ക് ഞാൻ ഊഞ്ഞാൽ കെട്ടി തന്നിട്ട് നിങ്ങൾ മണ്ണിലുരുണ്ട് കളിക്കുകയാണോ? മര്യാദയ്ക്ക് മണ്ണിൽ നെണീറ്റോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നല്ല തല്ലുകൊള്ളും. ഇവിടെ ഇത്ര ആമ്പിള്ളേരുണ്ടായിട്ട് അവരെക്കാൾ കുരുത്തക്കേട് നിങ്ങൾക്കാണല്ലോ. മണ്ണിലുരുണ്ട് കളിക്കാൻ നിൽക്കുന്നു. മുത്തശ്ശി, എല്ലാത്തിനും കാരണം ഇത് കുഞ്ഞാവിയാണ്. ഊഞ്ഞാലുമൊക്കെ കാരിക്കോട്ടെ നമ്മളോട് ചോദിച്ചപ്പോ അവളെന്നെ മണ്ണിലുണ്ടിട്ടു. മുത്തശ്ശി, ഈ പിങ്കിമോൾ കളവ് പറയുകയാണ്. അവളാണ് എന്നെ മണ്ണിലേക്ക് ഉന്തിയിട്ടത്. ശരിയാ മുത്തശ്ശി, ഈ പിങ്കിമോളാണ് മണ്ണിലേക്ക് ഉന്തിയിട്ടത്. അവള് കാരണമാ ഞങ്ങൾ എല്ലാരും കൂടെ മണ്ണിൽ വീണത്. പിങ്കിമോളെ, എന്ത് കുരുത്തക്കേടാടി നിനക്ക്? ഓരോ ദിവസം കൂടുന്തോറും നിന്റെ കുരുത്തക്കേട് കൂടി വരികയാണോ? ഇനി എങ്ങനെ ഒരു കുരുത്തക്കേട് നീ കളിച്ചാൽ എന്റെ കയ്യിൽ നിന്ന് നല്ല പേട കൊള്ളും കേട്ടോ. സോറി മുത്തശ്ശി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഞാൻ കളിക്കൂല. കളിക്കാതിരുന്നാ നിനക്ക് കൊള്ളാം. ഇതിട്ട് നിങ്ങളെ കുരുത്തക്കേട് കൊണ്ട് മനുഷ്യനാകെ തലപ്പേരാന്താ എടുക്കുന്നത്. അയ്യേ, ഈ പിങ്കിമോക്ക് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ല മയക്ക് കൊണ്ടു. നീ പോടി കുഞ്ഞാവേ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഓ, ഞാൻ കൊണ്ടോളാം. കാണിച്ചു തരാടി നിനക്ക് ഞാൻ. അപ്പൂസേ, കുഞ്ചൂസേ, കുഞ്ഞാറ്റെ, കുഞ്ഞാവേ, എന്താ നിങ്ങൾ എന്നെ കളിക്കാൻ കൂട്ടാത്തത്? നിങ്ങൾ കളിക്കാൻ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാതിരുന്നത്? പിങ്കിമോക്ക് സങ്കടായി. എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കണമായിരുന്നു. വേണ്ട വേണ്ട, നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ട. അതെന്താ കുഞ്ഞാവേ നീ അങ്ങനെ പറയണത്? എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കണം. എന്തേ, നിന്റെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പ്ലീസ് എന്നെയും കളിക്കാൻ കൂട്ടുമോ? പ്ലീസ് കുഞ്ഞാറ്റെ, എന്നെയും കളിക്കാൻ കൂട്ടുമോ? സാരമില്ല കുഞ്ഞാവേ, അവളും കൂടെ നമ്മുടെ കൂടെ കളിച്ചോട്ടെ. അവൾ കളിക്കാനുണ്ടെങ്കിലേ
ഞാനില്ല നിങ്ങളുടെ കൂടെ കളിക്കാൻ. ഉസു പ്ലീസ് ഉസു, എന്നെയും കളിക്കാൻ കൂട്ടുമോ? ജിബിളെ ജമ്പളോട് പറഞ്ഞിട്ടെന്താ, ഓളോട് പറ, ഓളാ നമ്മളെയും കളിക്കാൻ കൂട്ടിയത്. അപ്പൊ നിങ്ങൾ ആരും എന്നെ കളിക്കാൻ കൂട്ടില്ല അല്ലേ? അപ്പൂസെ കുഞ്ചൂസെ, നിങ്ങൾക്ക് വീട്ടിൽ ഞാൻ മാത്രമല്ലേ കളിക്കാനുണ്ടാവാറുള്ളൂ. പ്ലീസ് നിങ്ങൾ കൂട്ടുമോ എന്നെ കളിക്കാൻ? എടി പിങ്ങി മോളെ, നിനക്ക് കുരുത്തക്കാട് കുറച്ച് കൂടുതലാണ്. നീ ഊഞ്ഞാലിന് വേണ്ടി അടി കൂടിയില്ലേ? അയ്യോ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. അതൊന്നും ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നീ അപ്പഴ ആലോചിക്കണമായിരുന്നു. ശരി, നിങ്ങൾ ആരും എന്നെ കളിക്കാൻ കൂട്ടില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. എന്നോട് ആർക്കും ഒരു സ്നേഹമില്ലാന്ന് എനിക്കറിയാം. സാരമില്ല കുഞ്ഞാവേ, അവളെ നമുക്ക് കളിക്കാൻ കൂട്ടാം. വേണ്ട വേണ്ട വേണ്ട, അവൾ വേണ്ട നമ്മുടെ കൂടെ കളിക്കാൻ. അവളുണ്ടായാലേ പിന്നെയും എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. വേണ്ട കുഞ്ഞാറ്റെ, അവളോട് നിർബന്ധിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. പാവം പിങ്കി മോള്, അവക്ക് വിഷമമായെന്ന് തോന്നുന്നു. എന്തിനാ കുഞ്ഞാവേ നീ ഇങ്ങനെ വാശി പിടിച്ചത്? ആഹാ, അത്രയ്ക്ക് ചൂടാണെങ്കിലേ നീ അവളുടെ കൂടെ പോയി കളിച്ചോ, ഞങ്ങൾ കളിച്ചോളാം. അയ്യോ വേണ്ട വേണ്ട, ഞാനും നിങ്ങളുടെ കൂടെ കളിക്കാനുള്ളത്. എനിക്ക് ഈ കളിയാണ് ഇഷ്ടം. എങ്കിൽ വാ, നമുക്ക് കളിക്കാം. ചേച്ചി, ഉച്ചക്കേക്ക് നമുക്കിന്ന് സാമ്പാർ വെക്കാമല്ലേ? സാമ്പാർ വെക്കാനുള്ള പച്ചക്കറി മുഴുവൻ ഉണ്ടോ? ദാ ചേച്ചി, കുറെ പച്ചക്കറി അവിടെയുണ്ട്. ശരി സീതേ, ഞാൻ പച്ചക്കറികളൊക്കെ അരിയാം. അയ്യോ ചേച്ചി, അതിൽ പച്ചമുളകിന്റെ ഒരു കുറവുണ്ട്. അത് സാരമില്ല സീതേ, തൊടിയിൽ നിന്ന് 2 കാന്താരി പറിച്ചിട്ടാ മതി. അശോടാ, ഇതെന്താ പിങ്കി മോടെ മുഖം ഇങ്ങനെ വാടിയിരിക്കണോ? ശരിയാണല്ലോ, എന്ത് പറ്റി മോളെ? ഹേയ് ഒന്നുമില്ല. അല്ലല്ലോ, എന്തോ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും പറ. ഹേയ് ഒന്നുമില്ല മമ്മി. ചെറിയമ്മയുടെ മോള് പറ, എന്താ പ്രശ്നം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ചെറിയമ്മേ, ഒരു പ്രശ്നവുമില്ല. പിന്നെന്തിനാ മുഖമീനെ സങ്കടപ്പെട്ടിരിക്കണത്? എന്താ നിങ്ങൾ വഴക്ക് കൂടിയോ? ഇല്ലമ്മ, ഒന്നുമില്ല. ശരി ശരി. അമ്മ, ഞാൻ എന്തെങ്കിലും പണി ചെയ്തു തരണോ? നിനക്ക് പറ്റി എന്ത് പണിയാ പെണ്ണ ഇവിടെ ഉള്ളത്? നീ ഒരു പണിയും ചെയ്യണ്ട, നീ അവിടെ അടങ്ങിയിരുന്നോ. സാരമില്ലമ്മ, എന്തെങ്കിലും പണി ഞാൻ ചെയ്തു തരാം. ഇല്ല മോളെ, ഇവിടെ ഒരു പണിയുമില്ല, നീ അപ്പുറത്ത് പോയി കളിച്ചോ. ഈ പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞു തന്നാലോ? എന്നിട്ട് വേണം കൈ മുറിക്കാൻ. വേണ്ട വേണ്ട. ഇല്ലമ്മ, ഞാൻ ശ്രദ്ധിച്ചു മുറിച്ചോളാം. വേണ്ട മോളൂസേ, നീ അപ്പുറം പോയി കളിച്ചോ. ശരി, എങ്കിൽ ഞാൻ തൊടിയിൽ പോയിട്ട് പച്ചമുളക് പറിച്ചു തരട്ടെ. അത് നല്ല കാര്യമ്മ. നിനക്കറിയാമോ അതെവിടെയാ ഉള്ളതെന്ന്? അറിയാം, വീടിന്റെ ബാക്ക് സൈഡിലല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയമ്മ അവിടെ നിന്ന് പച്ചമുളക് പറിക്കണത്. ശരി, എങ്കിൽ വേഗം പോയി പറിച്ചിട്ട് വാ. ശരി അമ്മ. അയ്യോ മോളെ, ഇതെന്തിനാ നീ വലിയ കത്തി എടുത്തത്? പച്ചമുളക് പറിക്കണ്ടേ അമ്മ, അതിനെടുത്തതാണിത്. അയ്യോ, അതിനെന്തിനാ ഇത്രയും വലിയ കത്തി? മുളക് പറിക്കാനേ കത്തിയുടെ ആവശ്യമില്ല. സാരമില്ല, എനിക്ക് ഇങ്ങനെ പറിക്കാനാണ് ഇഷ്ടം. മോളെ, അതിന് മൂർച്ച കൂടുതലാണ്, നിന്റെ കൈ മുറിയും. ഇല്ല ചെറിയമ്മേ, ഞാൻ ശ്രദ്ധിച്ച് പറിച്ചോളാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മാമി പേടിക്കണ്ട, ഞാൻ എന്റെ കൈയൊന്നും മുറിക്കത്തില്ല. എന്തോ കുരുത്തക്കേടൊപ്പിക്കാനുള്ള പോക്കാണത്. അതെ, പെണ്ണിന്റെ പോക്ക് കണ്ടിട്ടേ എനിക്കും അതാ തോന്നുന്നത്. എന്നെ കൂട്ടാണ്ട് എല്ലാരും കളിക്കാൻ നിന്നതല്ലേ. കാണിച്ചു തരാൻ വേണ്ടി കുഞ്ഞാവേ നിനക്ക് ഞാൻ. നീ ഇപ്പൊ ഈ ഊഞ്ഞാലുമേൽ വന്ന് ആടുമല്ലോ, അപ്പൊ നിനക്ക് ശരിക്കും പണി കിട്ടും. ഈ ഊഞ്ഞാലിന്റെ 2 വള്ളിയും ചെറുതായി മുറിച്ചു വെക്കാം. അവൾ വന്ന് ആടുമ്പോൾ താഴെ വീഴും. അങ്ങനെ അവൾക്ക് ശരിക്കും പണി കിട്ടും. ഈ പിങ്കി മോളോടാണ് അവളുടെ കളി. എന്നെ കൂട്ടാണ്ട് കളിച്ചതിന് ഇത് തന്നെയാ നിനക്കുള്ള ശിക്ഷ. ഇനി അങ്ങോട്ട് മാറി നിൽക്കാം, അവൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും. ഇതെന്താ ഇവിടെ അത്ഭുതം? ഈ ഊഞ്ഞാലിന്റെ അടുത്ത് പിങ്കി മോളെ കാണുന്നില്ലല്ലോ. ആ പിങ്കി മോൾ എവിടെ പോയി? എന്തായാലും സമാധാനമായി, എനിക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ആടാമല്ലേ ഇനി. അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അയ്യോ, എന്താ ഒരു ശബ്ദം കേട്ടത്? എനിക്ക് തോന്നിയതാണോ? അയ്യോ, പൊട്ടുകയാണോ? ഞാൻ വീഴുന്നേ. അമ്മ, മുത്തശ്ശി രക്ഷിക്കേ. കിട്ടണടി കുഞ്ഞാവേ നിനക്ക്. നീ എന്നെ കളിക്കാൻ കൂട്ടാണ്ട് നിന്നതല്ലേ, അതുകൊണ്ട് നിനക്ക് കിട്ടിയ ശിക്ഷയായത്. എടീ പിങ്കി മോളെ, നീ എനിക്കൊരു പണി തന്നാണല്ലേ ഇത്? നിനക്ക് ഞാൻ വായിച്ചിട്ടുണ്ടടി മങ്കി. ഒന്ന് പോടി അവിടുന്ന്. പിങ്കിനോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ഉസ്മാനെ, ഞാൻ ഈ മാങ്ങ വെട്ടുമ്പോഴത്തേക്ക് നീ അവിടെ നിന്ന് ഉപ്പും മുളകും എടുക്ക്. ഈ മാങ്ങ വെട്ടി അതിൽ കുറച്ച് ഉപ്പും
കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമ്മി ഒന്നൊരു പിടി പിടിച്ചാലുണ്ടല്ലോ എന്റെ ഉസ്മാനെ അതൊരൊന്നൊന്നര ടേസ്റ്റ് ആയിരിക്കും. എന്റെ ഇവിടെ എന്റെ പറച്ചിൽ കേട്ടിട്ട് എന്റെ വായിന്ന് കപ്പലോടുന്ന വെള്ളമാ ഉള്ളത്. മനുഷ്യനെ വെറുതെ കൊതിപ്പിക്കാണ്ട് ഇജ്ജ മാങ്ങ വേഗം മരിന്റെ കുഞ്ഞാവേ. ഇവിടെ നിന്ന് വിളിച്ചോണ്ട് നിന്ന കാര്യം നടക്കില്ല. നീ പോയി വേഗം ഉപ്പും മുളകും എടുത്തിട്ട് വാ. ആരെങ്കിലും വരുന്നതിന് മുന്നേ ഈ മാങ്ങ വെട്ടി വേഗം ശരിയാക്കണം. ആ പെങ്കിമോളും കുഞ്ഞാറ്റയും കണ്ടാ പിന്നെ ഇതിന്റെ പീസ് പോലും നമുക്ക് കിട്ടില്ല. അത് ശരിയാണല്ലോ നീ പറഞ്ഞത്. നമ്മൾ വേഗം എടുക്കാം. എവിടെയാ കുഞ്ഞാവേ ഉപ്പും മുളകും വെക്കണ സ്ഥലം? എടാ ഉസ്മാനെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ദാ ഈ ഷെൽഫിന്റെ അടിയിലാ ഉള്ളത്. ദാ ഇവിടെ പോയിട്ട് എടുത്തിട്ട് വാ. എന്താ പുളിയുള്ള മാങ്ങ. എടാ ഉസ്മാനെ, നിനക്ക് ഉപ്പും മുളകും കിട്ടിയില്ലേ? ദാ കിട്ടി കുഞ്ഞാവേ, ഞാൻ ദാ വരുന്നു. ഒന്ന് വേഗം വാടാ. ദാ കുഞ്ഞാവേ ഉപ്പും മുളകും. നീ അത് കുറച്ച് ഇതിലോട്ടേക്ക് തട്ട്. അയ്യോ കുഞ്ഞാവേ, അതിന് എനിക്ക് ഇതിന്റെ അളവ് അറിയില്ല. എത്ര ഇതിലേക്ക് ഇടേണ്ടത്? ഓ എടാ മണ്ട, അങ്ങനെയൊന്നുമില്ല. നീ കുറച്ച് ഇതിലേക്ക് ഇട്. ശരി കുഞ്ഞാവേ. ദാ നോക്കൂ കുഞ്ഞാവേ, ഇത്ര മതിയോ? മതി മതി. എടി കുഞ്ഞാവേ, നോക്കി നിൽക്കാതെ നീ അത് നന്നായി തിരുമ്മ്. ഇപ്പൊ ശരിയാക്കാം. താഴെ ഉസ്മാനെ, നമ്മുടെ മാങ്ങ റെഡിയായി. എങ്കിപ്പോളേ കണ്ടിട്ടെന്നെ വായന്ന് വെള്ളം മുട്ടുന്നു. ഞാനൊരു പീസ് എടുത്ത് കഴിക്കട്ടെ. ഓ എന്താ രുചി. കുഞ്ഞാവേ, എടി കുഞ്ഞാവേ. അയ്യോ, മുത്തശ്ശിയാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വരണത്. കുഞ്ഞാവേ, കുഞ്ഞാവേ. എന്റെ കുഞ്ഞാവേ, നീ രാവിലെ തന്നെ ഉപ്പും മുളകും കൂട്ടി മാങ്ങ തിന്നുകയാണോ? എന്തിനാ മുത്തശ്ശി ഇങ്ങനെ തൊള്ള കയറി വിളിക്കണത്? അല്ല പിന്നെ, നീ എന്താ രാവിലെ തന്നെ ഇങ്ങനെ കാലി വാറ്റിൽ മാങ്ങ തിന്നണത്? നിനക്ക് വയറുവേദനയാകത്തില്ലേ? ഓ ഇല്ല മുത്തശ്ശി. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞോ. എന്നിട്ട് രാത്രി ആവുമ്പോ തുടങ്ങിക്കോ, മുത്തശ്ശി വയറുവേദനയാകണേ, മുത്തശ്ശി അതാകണേ, മുത്തശ്ശി ഇതാകണേ എന്ന് പറഞ്ഞു. നിന്റെ കണകണ പറിച്ചിലങ്ങാൻ രാത്രി ഞാൻ കേട്ടാൽ. ഓ ഇല്ല മുത്തശ്ശി, സ്വസ്ഥമായിട്ട് മാങ്ങ തിന്നാണെങ്കിലും വിടുമോ? ചെറുക്ക, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ തളർച്ച പെണ്ണിന്റെ കൂടെ കൂടിയിട്ട് പച്ച മാങ്ങ തിന്നാൻ? അയ്യോ മുത്തശ്ശി, നമുക്ക് മാങ്ങയേ ഇഷ്ടമല്ല. നീ കുഞ്ഞാവില്ലേ, ഇവിടെ നിർബന്ധിച്ചോണ്ട് മാത്രം തിന്നുവേ ഞാൻ. എടാ നുണയാ. സത്യമാ മുത്തശ്ശി, ഇവിടെ നിർബന്ധിച്ചോണ്ട് മാത്രം നമ്മളെ മാങ്ങ തിന്നത്. എടി പെണ്ണെ, നിന്റെ അമ്മ എവിടെ? നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ പോലും അവൾക്ക് നേരമില്ല. നമ്മൾ പോട്ടെ കുഞ്ഞാവേ, നമുക്ക് ഇച്ചിരി പണിയുണ്ട്. എടാ കള്ള ഉസ്മാനെ, നിന്നെ ഞാൻ പിടിച്ചോളാം. എന്റെ പെണ്ണെ, എന്നാലും മനക്ക് ഇതാരുടെ കുരുത്തം കേട്ട സ്വഭാവമാ കിട്ടിയത്. എന്ത് പറഞ്ഞാലും താക്കോത്തരം. മുത്തശ്ശി, ഇവിടെ എല്ലാരും പറയലേ എനിക്ക് മുത്തശ്ശിയുടെ സ്വഭാവമാണെന്നാ. എന്ത് പറഞ്ഞാലും തർക്കുത്തരമാണല്ലോടി. എവിടെ പിങ്കിമോളും കുഞ്ഞാറ്റിയോ? ഞാനെങ്കിലും കണ്ടില്ല അവരെ. അപ്പൊ അവര് കാണാണ്ടുള്ള മാങ്ങ തീറ്റിയാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. നീ അങ്ങനെ ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ട് തിന്നണ്ട. എടി പിങ്കിമോളെ, കുഞ്ഞാറ്റേ, നിങ്ങൾ രണ്ടാളും ഇത് എവിടെയാ ഉള്ളത്? പിങ്കിമോളെ, എന്തിനാ മുത്തശ്ശി ഇങ്ങനെ വിളിച്ചു കൂടത്? അല്ല പിള്ളേരെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാങ്ങ വേണ്ടേ? മാങ്ങയോ? അതേ മാങ്ങ തന്നെ. നല്ല പച്ച മാങ്ങ കീറിയിട്ട് അതിൽ ഉപ്പും മുളകും തേച്ച മാങ്ങ. അതെവിടെയുള്ള മുത്തശ്ശി? അതിവിടെ തന്നെയുണ്ട്. ദാ നോക്ക്. നീ ഞങ്ങൾക്ക് തരാണ്ട് ഒറ്റയ്ക്ക് തിന്നാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? അതെ പിള്ളേരെ, നിങ്ങൾ കാണാണ്ട് തിന്നുകയായിരുന്നു. മുത്തശ്ശി. എന്തോന്ന് മുത്തശ്ശീന്ന്? നിനക്ക് കുറുമ്പിത്തിരി കൂടുതലാണ്. എന്നാലും മുത്തശ്ശി, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. കിട്ടണം, നിനക്ക് കിട്ടിയാ പോരാ. അയ്യോ എടി കുഞ്ഞാറ്റി, എന്റെ മാങ്ങ എടുക്കാതെ. അത് കഴിക്കാനുള്ളതാണ്. കഴിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങളും എടുക്കുന്നത്. സീതേ, നീ ചെടി നനക്കുകയാണോ? അതെ ചേച്ചി. നിന്റെ ഈ ചെടികളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ടല്ലോ. എവിടെ ചേച്ചി, ഇതിലൊക്കെ ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇതിനെ നന്നായിട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ടാ ഇങ്ങനെ. അല്ല സീതേ, നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ചേച്ചി ചെടികളൊന്നും നടാറില്ലേ? എവിടെ നടാൻ, എനിക്ക് എന്തിനെങ്കിലും സമയമുണ്ടാവാറുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ? എന്റെ സീതേ, വീട്ടിലത്തെ പണി എടുത്തെടുത്ത് തന്നെ മനുഷ്യന്റെ നടുവൊടിയും. പിന്നെ എപ്പോ ചെടിയൊക്കെ നടാനാ? ഹായ്, നോക്കൂ മമ്മി, ഈ ചെറിയമ്മക്ക് എന്തോരം ചെടികളാ ഉള്ളതെന്നെ. മമ്മിക്കും ഇങ്ങനെ ചെടികളൊക്കെ നട്ടാലെന്താ? ഞാൻ തന്നെ നടണമെന്നൊന്നുമില്ലല്ലോ, നിനക്കും നടാലോ. അതിനൊക്കെ നിനക്കും സമയമുണ്ടാവാറുണ്ടോ? അയ്യോ മമ്മി, ഞാനൊന്നും പറഞ്ഞില്ല. ഇനി എന്റെ മേക്കിട്ട് കയറാൻ നിൽക്കണ്ട. ചെറിയമ്മേ, ഇതൊക്കെ എന്ത് ചെടികളാ? എന്തെല്ലാം തരം ചെടികളാ ഇവിടെ ഉള്ളത്? എന്ത് ഭംഗിയാ കാണാനെന്നോ. മോളൂസേ, ഇതൊക്കെ പലതരം ചെടികളാണ്. ദാ ആ കാണുന്ന മഞ്ഞപ്പൂവില്ലേ, അതാണ് ചെട്ടിച്ചെടി.
എന്ത് ചട്ടിച്ചെടിയോ? അയ്യോ ചട്ടിച്ചെടിയല്ല മോളെ, ചെട്ടി ചെട്ടി. ഓ അങ്ങനെ. പിന്നെ ദാ കാണുന്ന ചുവന്ന പൂവുള്ള ചെടിയില്ലേ, അതാണ് ചെക്കിപ്പൂ. പിന്നെ അതിന്റെ അപ്പുറമുള്ളത് മന്ദാരം, കോളാമ്പിപ്പൂവ്, അങ്ങനെ പലതരം പൂക്കളാണിത്. എന്തായാലും ചെറിയമ്മയുടെ പൂ കളക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. അതെന്താ ചെറിയമ്മ ഇവിടെ റോസാപ്പൂവിന്റെ ചെടിയില്ലേ? ഇതിലൊന്നും റോസാപ്പൂ കാണുന്നില്ലല്ലോ. ഓ ഉണ്ടായിരുന്നോ മോളെ? അത് അപ്പുറത്തെ വീട്ടിൽ ആട് വന്ന് തിന്നതാണ്. ആ ആട് ചെടി കണ്ടാ വെച്ചേക്കില്ല, ഒക്കെ തിന്ന് നാശാക്കും. കണ്ണ് തെറ്റിയാൽ ആടിനെ കൊണ്ട് സ്വൈര്യപ്പാടാണ്. ചെറിയമ്മേ ആ പാത്രം ഇങ്ങതാ, ഞാൻ നനച്ചോട്ടെ ചെടിയൊക്കെ. അയ്യോ മോക്കാവുമോ ഇതൊക്കെ നനക്കാൻ? അങ്ങ് കൊടുക്ക് സീതേ, അങ്ങനെങ്കിലും മോള് ദേഹം ഒന്ന് അനങ്ങട്ടെ. ഓ മമ്മി. എന്ത് കമ്മീന്ന്? എന്തെങ്കിലും ഒരു പണിക്ക് വിളിച്ചാൽ അവൾക്ക് 100 ന്യായങ്ങളായിരിക്കും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പണിയെടുക്കത്തുള്ളൂ. നീ ആ പാത്രം അങ്ങ് അവളെ അടുത്ത് കൊടുത്തേക്ക്, അവളെ നനച്ചോളൂ. ശരി, എങ്കിൽ നീ സൂക്ഷിച്ച് നനക്കണേ. ഓ അത് ഞാൻ ഏറ്റു ചെറിയമ്മേ, പാത്രം ഇങ്ങതാ. ഇതിന് നല്ല കനമുണ്ടല്ലോ. അതെ അതെ, അതിൽ മുഴുവൻ വെള്ളമാണ്. നിനക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങതാ, ഞാൻ തന്നെ നനച്ചോളാം. എനിക്ക് പറ്റും ചെറിയമ്മേ. ആ എങ്കിൽ വേഗം മുഴുവൻ ചെടിയും നനക്ക്. വാ സീതേ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ചുവന്ന ചെടിയെ, നിനക്കിതാ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, നന്നായി കുളിച്ചോ. അടുത്തത് ഞാനിട്ട ഡ്രസ്സ് പോലുള്ള വലത്ത് ചെടിക്കാണ്. നിന്നെയാണ് ഇനി ഞാൻ കുളിപ്പിക്കാൻ പോകുന്നത്. നന്നായിട്ട് കുളിച്ചോട്ടോ. ഇനി ഈ മഞ്ഞച്ചെടിയെ കുളിപ്പിക്കാം. നിനക്കും കുളിക്കണ്ടേ മഞ്ഞച്ചെടി? ഓഹോ, ഇവളാണോ ചെടി നനക്കണത്? ചെടി മുഴുവൻ നനച്ചിട്ട് വലിയ ആളാവാനുള്ള പരിപാടിയാണ്. സമ്മതിക്കില്ല ഞാൻ. ഇങ്ങതാ പാത്രം, ഞാൻ നനക്കാൻ ചെടി. നീയോ? നീ എന്തിനാ ചെടി നനക്കണത്? ഞാൻ നനക്കുന്നില്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ നനച്ചോളാം ചെടി. നീ ആ പാത്രം ഇങ്ങതാ. ഇതൊക്കെ എന്റെ ചെടികളാ. അല്ല, ഇതൊക്കെ ചെറിയമ്മയുടെ ചെടികളാ. ദേ കുഞ്ഞാവേ, നീ വെറുതെ വഴക്കിന് വരണ്ട കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ചെടി നനക്കുന്നതാണ്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഓ നിനക്ക് ദേഷ്യം പിടിച്ചാലേ കണക്കായി പോയി. നിന്നോടാ പാത്രം ഇങ്ങ് തരാൻ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, ഞാനാണ് ഇവിടെ നിന്നും ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണത്. നീ ആദ്യം പോയി നിന്റെ തലക്കൂട്ട വെള്ളം ഒഴിക്ക്. ഈ ചെടികൾക്കൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചോളാം. ഇവിടെ എപ്പോഴും ചെടിക്ക് ഞാനാണ് വെള്ളം ഒഴിക്കാറ്. ഇങ്ങ് താ ഈ പാത്രം. നീ പോയിട്ട് വേറെ എന്തെങ്കിലും പണി വേണമെങ്കിൽ ചെയ്തോ. മമ്മി, ചെറിയമ്മേ, എന്തിനാണ് എല്ലാത്തിനും നീ ഇങ്ങനെ മോങ്ങാൻ നിൽക്കുന്നത്? പിങ്കിമോക്ക് ചെടി നനക്കണം. ഞാനാ ചെടി നനക്കണത്. ഞാനല്ലേ ഫസ്റ്റ് ഇവിടെ വന്നത്. ചെറിയമ്മേ. അയ്യോ സീനായോ? അമ്മ വന്നാ ഇപ്പൊ നല്ല തല്ല് കൊള്ളുമല്ലോ. എടി പിങ്കിമോളെ, ഞാൻ തമാശ പറഞ്ഞതാണ്. നീ വേണമെങ്കിൽ നനച്ച ചെടി. വേണ്ട, ഞാൻ ചെറിയമ്മയോട് പറഞ്ഞു കൊടുക്കും. അയ്യോ പിങ്കിമോളെ പറയാതെ, ഞാൻ വെറുതെ നിന്നെ പറ്റിച്ചതാണ്. ആ പാത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നീ അടുത്ത മുഴുവൻ ചെടിക്കും വെള്ളം ഒഴിച്ചോ. കുഞ്ഞാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചേറ്റുമോ അത്? ഇല്ല ഇല്ല, നീ എടുത്തോ. നീ മമ്മിയോട് പറയാതിരുന്നാ മതി. ശരി, എങ്കിൽ ഞാൻ പറയില്ല. ഹായ്, എനിക്ക് തന്നെ കിട്ടിയല്ലോ ചെടി നനക്കാൻ. എടി മണ്ടത്തി കുഞ്ഞാവേ, നിന്നെ ഞാൻ പറ്റിച്ചതാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഈ പാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അടവെടുത്തതാണ്. അയ്യേ കുഞ്ഞാവ് ശശിയായി. എടി മങ്കി മോളെ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്തുവാ രണ്ടാളും കൂടെ കുറെ നേരമായാലും അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു കളിക്കണോ? ഇതുവരെ ഭക്ഷണമൊന്നും ആയില്ലേ? ഹോ, ഇതാ അമ്മ ഭക്ഷണം ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ശരിയാകും. സമയം എന്തോന്നായെന്ന് വല്ല വിചാരവുമുണ്ടോ? സമയം 1:30 മണിയായിട്ടല്ലേ ഉള്ളൂ അമ്മ. 1:30 മണിയായിട്ടുള്ളൂ എന്നോ? ഈ സമയം ആകുമ്പോഴത്തേക്ക് ചോറ് തിന്നേണ്ടതാണ്. അയ്യോ അമ്മ ചൂടാവാതെ, ഇപ്പൊ ശരിയാകും. ഹാ, എന്നെ കല്യാണം കഴിച്ച വീട്ടിലെ ഞാൻ ഒറ്റക്കായിരുന്നു. അവിടെ എന്തെല്ലാം ജോലികൾ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? എനിക്കായിരുന്നു ജോലി മുഴുവൻ. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിക്കണം, അലക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, മീൻ മുറിക്കണം, കടയിൽ പോയി സാധനങ്ങളൊക്കെ ഞാൻ തന്നെ വാങ്ങണമായിരുന്നു. ഇവിടെയുള്ള കിണറ് കുറച്ച് ദൂരെയായിരുന്നു. എന്നിട്ട് അവിടെ നിന്നും വെള്ളം കോരി കൊണ്ടുവന്നിട്ടായിരുന്നു ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇന്നത്തെ പോലെ സ്വിച്ചിട്ട കറങ്ങണ ഫാനും സ്വിച്ചിട്ട കറങ്ങണ വെള്ളവും വാഷിംഗ് മെഷീനും ഒന്നും വന്നില്ലായിരുന്നു. അയ്യോ അമ്മ, അമ്മയെ പോലെ കഷ്ടപ്പാടില്ലാത്തതാണ് അമ്മയുടെ വിഷമം. അതെ അതെ, ഞങ്ങളെങ്കിലും ഒന്ന് സുഖമായി ജീവിച്ചോട്ടെ. അതൊക്കെ പണ്ട് കാലത്തുള്ള കഥകളല്ലേ അമ്മ. ഇപ്പൊ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ എവിടെയും ഇല്ല. അത് തന്നെയാ ഞാനും പറയണത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനൊക്കെ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും നിങ്ങൾക്ക് എന്തിനെങ്കിലും ആവുന്നുണ്ടോ? അമ്മയ്ക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചീത്ത പറയാതെ അമ്മ, ഈ ഫ്രൈയും കൂടി ആയാൽ അമ്മയ്ക്ക് ചോറ് തിന്നാം. ഞാനിത് വേഗം റെഡിയാക്കട്ടെ. ഹോ, എനിക്കൊന്നും വേണ്ട പൊളുന്ന ചോറ്.
അതിനിപ്പോ എപ്പ തണിയാനാ? ഞാനൊരു പ്ലേറ്റ് എടുക്കാം, നമുക്ക് ചോറ് ആറാൻ അതിലിടാം. വേണ്ട വേണ്ട, ഇനിയൊക്കെ ആയിട്ട് മതി. ഹായ്, നല്ല മീൻ വറുത്തതിന്റെ മണം വരുന്നുണ്ടല്ലോ. മമ്മി, എന്തോന്നാ മണക്കണത്? ഓ, മണം പിടിപ്പിച്ചോണ്ട് വന്നോ കാന്താരി? മമ്മി, ഇത് മീൻ വറുത്തതല്ലല്ലോ, ഇതെന്തോന്നാ സാധനം? ഓ, അത് നിന്റെ അമ്മ എന്തെങ്കിലും യൂട്യൂബ് കണ്ട് പരീക്ഷിച്ചതായിരിക്കും. ഈ യൂട്യൂബ് വന്നതിന് ശേഷമാ പിന്നെ വായിക്കൊള്ളാവുന്നതൊക്കെ ഇവളൊക്കെ വെച്ച് വിളമ്പാൻ തുടങ്ങിയത്. എന്തോ നാടി കമല ഇത്? ഓ അമ്മ, ഇതാണ് പനീർ മസാല. എന്ത്? പനനീർ പൂ കൊണ്ടുള്ള മസാലയോ? പനനീർ പൂവല്ല മണ്ടി, പനീർ മസാല. എന്തോ നാടി സാധനം അത്? ഞാനിതുവരെ കഴിച്ചിട്ടില്ലല്ലോ. അത് അമ്മ, പാല് കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഈ പനീർ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കും. ഹോ, ഓരോ ഒരു കണ്ടുപിടുത്തമേ. പാല് കൊണ്ട് കറി വെക്കാനോ? അതെ അതെ, നല്ല ടേസ്റ്റാണ് ഇതിന്. എന്തായാലും നീ ഉണ്ടാക്കിയ സാധനമല്ലേ. നീ ഉണ്ടാക്കിയ സാധനത്തിന് നീ തന്നെ ടേസ്റ്റ് ആണെന്ന് പറയുകയാണോ? അത് ഞങ്ങളല്ലേ പറയേണ്ടത്. ഹാ, അമ്മ ഒന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. മമ്മി മമ്മി, എനിക്കൊരു സാധനം ഉണ്ടാക്കി തരുമോ? എന്താണ് മോളെ, വല്ല മന്തിയും ബിരിയാണിയും ഒക്കെയാണോ? അതൊന്നും അല്ല മമ്മി, ഇത് ഈസി റെസിപ്പിയാണ്. ഈസി ആണോ കടുപ്പമുള്ളതാണോ എന്ന് അറിയണമെങ്കിൽ നീ ആദ്യം കാര്യം പറ. എന്തോന്നാ നിനക്ക് വേണ്ടത്? മമ്മി, എനിക്ക് പഴംപൊരി ഉണ്ടാക്കി തരുമോ? അയ്യേ, പഴംപൊരിയോ? അതൊക്കെ ഇപ്പൊ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? യൂട്യൂബിൽ എന്തെല്ലാം തരം റെസിപ്പീസ് ഉണ്ട്. ബർഗർ, സാൻഡ്വിച്ച്, ചിക്കൻ റോള്, കട്ട്ലൈറ്റ്, അങ്ങനെ എത്രയോ റെസിപ്പീസ് ഉണ്ട്. എനിക്കതൊന്നും വേണ്ട മമ്മി, എനിക്ക് പഴംപൊരി മതി. മോക്ക് അത് ഉണ്ടാക്കി കൊടുക്ക് കമലേ. എന്താ, നിനക്ക് പഴംപൊരിയുടെ റെസിപ്പി അറിയില്ലേ? ഇനി അതും യൂട്യൂബിൽ നോക്കണോ? സത്യം പറഞ്ഞ അമ്മ, എനിക്കറിയില്ല പഴംപൊരി ഉണ്ടാക്കാൻ. അതെന്താണ് ഇവിടെ പഴംപൊരിയുടെ കിസ്സ പറയണത്? ഹോ, തിന്നണ കാര്യം എന്തെങ്കിലും പറയുന്നത് കേട്ടാലോ ഓടി വന്നോളും പെണ്ണ്. മുത്തശ്ശിയാണോ പഴംപൊരി ഉണ്ടാക്കണത്? അയ്യോ അല്ല മോളെ, ഞാനല്ല. എടി കുഞ്ഞാവേ, അത് ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞതാണ് മമ്മിയോട് പഴംപൊരി ഉണ്ടാക്കാൻ. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നൊരു പീസ് പോലും നിനക്ക് തരില്ല. അയ്യേ, അതിന് ആർക്ക് വേണം നിന്റെ ഈ പഴംപൊരി? മുത്തശ്ശി, എനിക്ക് ബജ്ജി ഉണ്ടാക്കി തരുമോ? നല്ല മുളക് ബജ്ജി. എനിക്ക് അതാണ് ഇഷ്ടം, അല്ലാതെ എനിക്ക് പഴംപൊരി ഒന്നും വേണ്ട. ഹാ, 100 ആൾക്ക് 100 റെസിപ്പീസ് വന്നു തുടങ്ങി. ദാ, നിനക്ക് വേണ്ടതൊക്കെ ഈ കമലോട് പറ. അവളാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ആള്. യൂട്യൂബ് നോക്കിയിട്ട് പലതരം ഐറ്റംസും പഠിച്ചു വെച്ചത് അവളാണ്. അയ്യോ, എനിക്കൊന്നിനും വയ്യ. എന്താ വയ്യാത്തത്? പിള്ളേർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കടി. മമ്മി, പഴംപൊരി ഉണ്ടാക്കിയാ മതി. ആഹാ, ഹമ്പട പുളിസോ? അത് വേണ്ട. മുളക് ബജ്ജി മതി. വേണ്ട വേണ്ട വേണ്ട, പഴംപൊരി മതി. ആഹാ, അത് നീയാണോ തീരുമാനിക്കണത്? മുളക് ബജ്ജി മതി മതി മതി. വേണ്ട വേണ്ട വേണ്ട. തുടങ്ങിയോ രണ്ടും? ഞാനിപ്പോ പഴംപൊരിയും ഉണ്ടാക്കണില്ല, മുളക് ബജ്ജിയും ഉണ്ടാക്കണില്ല. വേണമെങ്കിലേ രണ്ടുപേരും കൂടെ ചോറ് തിന്നിട്ട് പോട്. മമ്മി, എന്തോന്ന് കമ്മിന്ന്? ദീ പിങ്കി മോളെ, ആരെങ്കിലുമായിട്ട് തല്ലി പിടിക്കലല്ലേ നിന്റെ പണി? തൊട്ടേനും എടുത്തേനും നമ്മൾ ഓരോ കാര്യം ഉണ്ടാക്കി തല്ലി പിടിക്കാൻ നിൽക്കും. ദേ, കൂടുതൽ വിളച്ചിലെടുത്താലുണ്ടല്ലോ എന്റെ കയ്യിൽ നല്ല തല്ലുകൊള്ളും കേട്ടോ. അല്ലെങ്കിലും നിനക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. ഇനി നീ തല്ലി പിടിക്കാൻ നിൽക്കുമോ? അയ്യോ ഇല്ല മമ്മി, വീട്. അയ്യോ ചേച്ചി, ചേച്ചി എന്തായി ചെയ്യണത്? മമ്മി എന്നെ നുള്ളി. അയ്യോ നുള്ളാനോ? എന്തിനാ ചേച്ചി വെറുതെ അവളെ ഇങ്ങനെ വേദനയാക്കിയത്? ഇതൊക്കെ കുറുമ്പ് ഇത്തിരി കൂടുതലാണ് സീതേ. ഒരു സംഗതി പറഞ്ഞാൽ അനുസരിക്കില്ല. എല്ലാത്തിനും പിടിവാശിയും ദേഷ്യവും. എന്തോന്ന് അമ്മ പ്രശ്നം ഇവിടെ? എന്റെ സീതേ, അത് പിന്നെ ഞാൻ പറയാ ചെറിയമ്മേ, ഞാൻ മമ്മിയോട് ഒരു പഴംപൊരി ചുട്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പതാ ഈ കുഞ്ഞാമ്മ വന്നിട്ട് പറഞ്ഞു അവൾക്ക് മുളക് ബജിയാ വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ലേ ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് പഴംപൊരിയാ വേണ്ടത്, മുളക് ബജി വേണ്ട എന്ന്. അതിനാ മമ്മി എന്നെ നുള്ളിയത്. ഓ, അപ്പൊ അതാണ് പ്രശ്നമല്ലേ? അതിന് ചേച്ചി അവളെ മാത്രം തല്ലിയിട്ടെന്താ? ഈ കുഞ്ഞാവക്കും കിട്ടണ്ടേ? നോക്ക് ചെറിയമ്മേ, ഈ കുഞ്ഞാവ് അവളുടെ കൊന്ത്രപ്പല്ലും കാണിച്ച് ചിരിക്കണത്. നിന്റെ 32 പല്ല് ഞാൻ അടിച്ച് ശരിയാക്കി തരും കേട്ടോ. എവിടെ പ്രശ്നമുണ്ടോ അവിടെ ഒക്കെ അവളും ഉണ്ടാകും, എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ട്. അയ്യോ അമ്മ, ചെവി വേദനയാവണോ? ഉള്ളല്ല. നിനക്ക് 2 തല്ല് കൊള്ളാത്തതിന്റെ കേടുണ്ട് കുഞ്ഞാവേ. വീട് സീതേ അവളെ. മുത്തശ്ശി, വീട് സീതേ, എന്നോടല്ലേ വിടാൻ പറഞ്ഞത്? അമ്മയാണ് പിള്ളേരെ ഒക്കെ ഇങ്ങനെ വഷളാക്കണത്. ഇതിങ്ങൾക്ക് വാശിയും കുറുമ്പും കുറച്ച് കൂടുന്നുണ്ട്. അമ്മ വന്നതിൽ പിന്നെ ഇതൊക്കെ കൂടിയത്. ആഹാ, ഇനിയിപ്പോ എന്റെ മെക്കിട്ട് കാര്യോ? ദേ, 2 പേരോടും കൂടെ മര്യാദയ്ക്ക് പറയാ, ഇവിടെ ഉണ്ടാക്കി വെച്ച ചോറും കറിയും കഴിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് മുളക് ബജിയും പഴംപൊരിയും ഒന്നുമില്ല, മനസ്സിലായോ? ഡി പിങ്കി മോളെ, വെറുതെ നിന്ന് മോങ്ങാൻ നിൽക്കണ്ട. അവൾ പറഞ്ഞതാണ് ശരി. ആദ്യം നിങ്ങളുടെ കുറുമ്പൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞ റെസിപ്പീസ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ചോറും കറിയും കഴിച്ചാൽ മതി കേട്ടോ. ശരി മമ്മി.
കുഞ്ഞാവക്ക് മനസ്സിലായിക്കോ പറഞ്ഞതൊക്കെ? മനസ്സിലായി. മനസ്സിലായെങ്കിൽ രണ്ടുപേരും കണ്ണൊക്കെ തുടച്ച് നല്ല കുട്ടികളായിട്ട് പുറത്തേക്ക് നടക്ക്. പുറത്ത് നിന്നേ ഞാൻ രണ്ടുപേർക്കും ചോറ് വാരിത്തരാം. എനിക്കും വാരിത്തരുമോ ആന്റി ചോറ്? പിന്നെന്താ, അവൾക്ക് വാരി കൊടുക്കുന്നുണ്ടെങ്കിൽ നിനക്കും വാരിത്തരും. നീയേ കുഞ്ഞാറ്റയും കൂടെ വിളിച്ചോ, നിങ്ങൾക്ക് 3 പേർക്കും ഞാൻ വാരിത്തരാം. അത് സൂപ്പർ ആയിക്കേ. നോക്ക് ചേച്ചി, ചോറ് വാരിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞത്. അതെ അതെ, മുഖം കുറിപ്പിച്ചതൊക്കെ മാറിയല്ലേ? മമ്മി, ഞങ്ങൾക്ക് കഥ പറഞ്ഞോണ്ടും ചോറ് വാരിത്തരുമോ? കഥയോ കവിതയോ എന്ത് വേണേലും പറഞ്ഞു തരാം. നിങ്ങൾ ചോറൊന്ന് കഴിച്ചു തന്നാൽ മതി. മമ്മിയുടെ പനീർ കറിയും ചോറും സൂപ്പർ ആയിരിക്കും. എന്റെ കമലേ, ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സൂപ്പർ ആണോ അല്ലയോ എന്ന്. ഞാൻ പറയുന്നത് വെറുതെ ഒന്നല്ല. അമ്മ ഇതൊന്ന് കഴിച്ചു നോക്ക്. ഇത് കൂട്ടിയിട്ട് അമ്മ ഒരു പറച്ചോറ് കഴിക്കും, എനിക്ക് ഉറപ്പാണത്. എടി സീതേ, എങ്കിൽ വേഗം ചോറ് വിളമ്പ്. അവളുടെ കറിയും കൂട്ടി ഞാനൊരു പിടുത്തം പിടിക്കട്ടെ. ശരി അമ്മ. വാടി കുഞ്ഞാവേ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. കണ്ടോ, രണ്ടുപേരും പോയി. അതെ അതെ, അവരുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അയ്യോ പിള്ളേരെ, ഇത് എവിടേക്ക് ഇങ്ങനെ ഓടണത്? ഓടാതെ ഇങ്ങോട്ടേക്ക് വാ. വന്നീ ഭക്ഷണം കഴിക്കും പിള്ളേരെ. ഷോ, എന്നെ ഇട്ടിങ്ങനെ ഓടിക്കാതെ. ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, മമ്മി തന്നെ കഴിച്ചോ മതി. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ നല്ല ചൂരൽ കഷായം തരും. എന്താ, ചൂരൽ കഷായം വേണോ? അയ്യോ വേണ്ട ആന്റി. എന്ത് വേണ്ടാന്നാ പറയണത്? ഭക്ഷണം വേണ്ടാന്നോ അതോ ചൂരൽ കഷായം വേണ്ടാന്നോ? ചൂരൽ കഷായം വേണ്ടാന്ന്. എങ്കിൽ നല്ല പിള്ളേരായിട്ട് വന്ന് വേഗം ഭക്ഷണം കഴിച്ചോ. എന്റെ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ പിള്ളേരെ പുറകെ ഇങ്ങനെ നടന്ന് തീറ്റിക്കാൻ? എന്റെ സീതേ, അങ്ങനെയെങ്കിലും 3 ഭക്ഷണം കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. വേണ്ട മമ്മി, പിങ്കിമോടെ വയറ് ഫുള്ളാ, കുഞ്ഞാവയുടെ വയറും ഫുള്ളാ. എന്നേ കുഞ്ഞാറ്റയുടെ വയറും ഫുള്ളാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല പിള്ളേരെ, നന്നായി ഭക്ഷണം കഴിക്കണമെന്നാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഭക്ഷണം കഴിക്കാത്ത കാര്യത്തില് നിങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടാണ്. എന്തോന്നമ്മ ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കണത്? വിശപ്പില്ലഞ്ഞിട്ടല്ലേ? ഇത് നിന്റെ സ്ഥിരം പരിപാടിയാടി കാന്താരി. വിശപ്പില്ലാന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാണ്ട് നിക്കൽ. ഇനി എപ്പോഴാ നിനക്ക് വിശപ്പുണ്ടാവുക? ഐസ്ക്രീമും കേക്കൊക്കെ കാണുമ്പോഴാണോ? അതൊക്കെ കണ്ടാ നിനക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാറില്ലല്ലോ. നോക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. വല്ല പച്ചക്കറിയും വയറ്റിലെത്തിക്കോട്ടെ എന്നുകൊണ്ട്. അതെ അതെ പിള്ളേരെ, നിങ്ങൾക്കിത് മര്യാദയ്ക്ക് കഴിച്ചോറോ? ഇനി ഞാൻ അവസാനമായിട്ട് പറയാ, മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചേ. നിങ്ങൾ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. അമ്മ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കണത്? മക്കളെ, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഒരാള് വരാനുണ്ട്. ഒരാളോ? ആരാണത്? അത് ഭക്ഷണം കഴിക്കാത്ത പിള്ളേരെ പിടിച്ചുകൊണ്ടുവന്ന ആളാണ്. അയാൾ ചാക്കും കൊണ്ടാണ് വരിക. സീത പറഞ്ഞത് സത്യമാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് കുട്ടികളെ അയാൾ ചാക്ക് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. സത്യമാണോ അമ്മ? എന്തോന്നാ ആന്റി അവരുടെ പേര്? എന്തോന്നായിരുന്നു സീത അവരുടെ പേര്? അത് ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഗുണ്ട ബിജുവാണ്. ആ ഗുണ്ട ബിജു വന്നിട്ടാണ് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോവാ. അതെ അതെ, അവൻ തന്നെ. അവനാ ചാക്കും കൊണ്ട് വരിക. അയ്യോ, അപ്പൊ ഞങ്ങളെയും പിടിച്ചു കൊണ്ടുപോകുമോ? നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് നിന്നാ നിങ്ങളെയും പിടിച്ചു കൊണ്ടുപോകും. മമ്മി വെറുതെ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നതല്ലേ? അല്ല മോളെ, കളവ് പറയുന്നതൊന്നുമല്ല, സത്യമാണ്. ഈ സീത ചെറുതിൽ ഭക്ഷണം ഒന്നും കഴിക്കില്ലായിരുന്നു. അപ്പൊ മുത്തശ്ശി കംപ്ലൈന്റ് ചെയ്തിട്ട് അവൻ ഇവിടെ വന്ന് സീതയെ ചാക്കി പിടിച്ചിടാൻ നോക്കി. അപ്പോൾ ഇവൾ ഒരുപാട് നിലവിളിച്ച് അവസാനം ഇവൾ ഗുണ്ട ബിജുവോട് കാല് പിടിച്ചു പറഞ്ഞു, ഇനി ഞാൻ ഭക്ഷണം കഴിച്ചു കൊള്ളാമെന്ന്. അങ്ങനെയാണ് അവൻ ഇവളെ വെറുതെ വിട്ടത്. അമ്മ, ഈ ആന്റി പറയുന്നത് സത്യമാണോ? സത്യമാണ് മക്കളെ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അയാളെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പേ വേഗം ഭക്ഷണം കഴിച്ചോ. ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ നിങ്ങൾക്ക് വലുതാവാൻ? എന്താ വലുതാവണ്ടേ? അങ്ങനെ വലുതാവണമെങ്കിലേ വേഗം ഭക്ഷണം കഴിച്ചോ. എങ്കിൽ ഫസ്റ്റ് ഉരുള എനിക്ക് താ മമ്മി. അമ്പട പുളിസോ, ഇങ്ങോട്ട് മാറി നിക്കടി. ഫസ്റ്റ് ഉരുള എനിക്ക് വേണം. ദേ കുഞ്ഞാവേ, വെറുതെ വയക്കിന് വരണ്ട കേട്ടോ. ഞാനല്ലേ ഫസ്റ്റ് ഉരുളൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് ഫസ്റ്റ് ഉരുള എനിക്ക് വേണം. ഒരു കാര്യം ചെയ്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് മാറി നിൽക്ക്. മൂത്തത് ഞാനല്ലേ, അതുകൊണ്ട് ഫസ്റ്റ് ഉരുള ഞാൻ തന്നെ വാങ്ങാം. അയ്യോ, അപ്പൊ ഇനി ഉരുളക്കായോ അടിപിടി? ദേ
3 പേരും മര്യാദക്ക് അടിപിടി കൂടാണ്ട് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ ആ ഗുണ്ട ബിജുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കും. ഇവിടെ പിള്ളേരെന്നും തല്ലാനെ പിടിച്ച് ചാക്കിലിട്ട് കൊണ്ടുപോടി എന്ന് പറയും. അയ്യോ വേണ്ടമ്മ, ഞങ്ങൾക്ക് പേടിയാണ്. വേണമെങ്കിൽ ഇതായി കുഞ്ഞാനെയും കുഞ്ഞാറ്റയും ഗുണ്ട ബിജു കൊണ്ടുപോകട്ടെ, അവരാണ് വഴക്കിന് വരണത്. എടീ പിങ്കി മോളെ, നിന്നെ ഞങ്ങൾ കണ്ടോളാം. ഒന്ന് പോടി കുഞ്ഞാറ്റി അവിടുന്ന്. നീ പിങ്കി മോളെ വെറുതെ വഴക്കിന് നിൽക്കല്ലേ. നീയാണിപ്പോ വഴക്ക് കൂടാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഒരു ഉരുള പോലും ഇല്ല. പകരം ഗുണ്ട ബിജുവിനെ വിളിച്ചിട്ട് നിന്നെ പറഞ്ഞു കൊടുക്കുക. എന്തോ നാടി രണ്ടും കൊന്തം ബലം കാണിച്ച് ചിരിക്കണത്? അല്ലടി പിങ്കി മോളെ, ഗുണ്ട ബിജു നിന്നെ കൊണ്ടുപോകുന്നത് കലോചിച്ച് ചിരിച്ചു പോയതാണ്. ചോ, ഇനി ഇതിന്മേലൊരു തർക്കം വേണ്ട. 3 പേരും വരിയായി നിന്നിട്ട് മര്യാദയ്ക്ക് ചോറുണ്ടോ? വേണ്ട സീതെ, ഇതിട്ട് ചോറ് കൊടുക്കണ്ട. നീ ആ ബിജുവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോ, അതാ നല്ലത്. 3ന്റെയും കുരുത്തക്കട കുറച്ച് കുറയട്ടെ. അയ്യോ വേണ്ടമ്മ, ചതിക്കല്ലേ. ഞങ്ങൾ അടിപിടി കൂടാണ്ട് കഴിച്ചോളാം. അതെ അതെ, ഹാ മര്യാദയ്ക്ക് കഴിച്ചാലേ നിങ്ങൾക്ക് നല്ലത്. ശരിയെങ്കിൽ വേഗം താ. കണ്ടോ സീതെ, കിട്ടേണ്ടത് കിട്ടിയപ്പോഴേ പിള്ളേരടങ്ങി. അതെ അതെ. പടച്ചോനെ, നമ്മളെ നട്ട ചെടി ഉണങ്ങി പോവുകയാണല്ലോ. ഇവിടെ ഒരൊറ്റ സേത്താന്മാരല്ലേ ഇതൊന്നും നനക്കാൻ. നമ്മൾ 2 സീഡ ഇല്ലാന്നും കൊണ്ട് ചെടിക്കൊന്നും വെള്ളം കൊടുക്കാണ്ട് എല്ലാം എവിടെ പോയി കിടക്കുന്ന. സൈന, സൈന, എടി സൈന, അന്നെയാ വിളിക്കണത്. അന്റെ ചെവി പൊട്ടിയടി. ഉസ്മാനെ, എടാ ഉസ്മാനെ, ഈ തിങ്ങളല്ലേ എവിടെ പോയി കിടക്കണ? ഒരൊറ്റ അതിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഉസ്മാനെ, എടാ ഉസ്മാനെ. ഓ, എന്തിനാ വലിയ മെങ്ങളിങ്ങനെ വിളിച്ചു പോണത്? ആ, ഈ ജീവിതം ഉണ്ടായിരുന്നടാ ചെറുക്ക. എത്ര നേരമായിരുന്നോ നമ്മൾ വിളിച്ചു പോണത്? അന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ? അല്ല വല്യമ്മ, നമ്മളെന്താ പശുവോ? നിങ്ങളെ നാളെ പോയി വിളിച്ചു നോക്കാനേ. നമ്മളെ കാണണമെങ്കിൽ ഇങ്ങ് ഇവിടെ വരണം, അല്ലാണ്ട് നാളെയല്ല പോണ്ടത്. ഓ, തുടങ്ങിയവന്റെ അധിക പ്രസംഗം. എടാ ചേർക്ക, നമ്മൾ ഇരുന്ന് പോകുമ്പോ ഏൽപ്പിച്ചല്ലേ നമ്മളെ ചെടിയൊക്കെ മര്യാദയ്ക്ക് നോക്കണമെന്ന്. അതിന്റെ ഒരു കോലം നോക്ക് നീ. തുടങ്ങി വാടി വീണ്. അതിനൊരിത്തിന വെള്ളം കൊടുത്ത് നനക്കാൻ ഇന്ന് ഏൽപ്പിച്ചിട്ട് പോയതല്ലടാ നമ്മള്. ഓ, ഇതായിരുന്നോ കാര്യം? നമ്മളടങ്ങ് മറന്നു പോയിക്കത്. ഓ, വലിയ കാര്യമായിപ്പോയി. മറന്നു പോയിക്കല്ലടാ സൈത്താനെ. അല്ലോ വല്യമ്മ, നമ്മളെ നുള്ളാതെ. അന്റെ ചന്തിക്കിട്ട് 2 നുള്ളു കിട്ടാണ്ട് ഇതൊക്കെ നിന്നോട് മറന്നു പോകും. ഇല്ല, ഇനി നമ്മളോട് മറന്നു പോവില്ല. വിട്. ഒരു കാര്യം ഏൽപ്പിച്ചു പോയാലേ ഉത്തരവാദിത്വത്തിൽ ചെയ്യണം, കേട്ടടാ? കേട്ടു. ഓളേടെ അന്റെ ഉമ്മ? നമ്മൾ കണ്ടിട്ടില്ല. അതെന്താ ഇജ്ജിപ്പറയലല്ലേ താമസിക്കണത്? തന്നെ, പക്ഷെ ഉമ്മ അടിയാളെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഞമ്മക്കറിയാൻ പാടില്ല അങ്ങോട്ട് ചോദിക്ക. അനക്കെന്താ ഇവിടെ പണി? വല്ലാത്ത ജാതി. നിങ്ങളെന്തിനാ വല്യമ്മ നമ്മളെ വെക്കിട്ട് കയറണത്? ഞമ്മക്ക് 100 കൂട്ടം പഠിക്കാൻ തന്നെ ഉണ്ട്. അന്നേരം പേരേലെ കാര്യം നോക്കി നടക്കല്. എടാ സേത്താനെ, അനക്കെപ്പോഴുള്ളത് എന്തെങ്കിലും പണി പറയുമ്പോ എന്റെ പഠിക്കുന്ന കാര്യം പറയല്. പഠിക്കലിട്ട് പഠിക്കോ ഇല്ല, പണിയിട്ട് എടുക്കോ ഇല്ല. അന്നെ തിന്നാനല്ലാണ്ട് വേറെന്ത് ബിലാത്തിക്കാക്കൊള്ള? ഓ, ഇങ്ങക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല, എപ്പം നോക്കിയാലും പറയാന്. നമ്മൾ പോന്നാ? എവിടെ പോന്നാന്ന്? ഞമ്മക്ക് കളിക്കാൻ പോണം. ഓ, അതിന് 4 കാലാണോ എനിക്ക്? വല്ലാത്ത ജാതി വല്യമ്മ. എടാ ഉസ്മാനെ, ഒന്ന് പറഞ്ഞിട്ട് പോടാ. അന്റെ ഉമ്മ എവിടെ? നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ ഹാജരായോ? നീ വന്നടാ ഉസ്മാനെ. അതെന്താ നിന്റെ മുഖം കടന്നൽ കുത്തിയത് പോലെ? ഇനി വരണ വഴിക്ക് വല്ല കടന്നലും കുത്തിയോ നിന്നെ? ഒന്ന് പോടി അവിടുന്ന്. നമ്മളെ വീട്ടിലില്ലേ ഒരു വല്യമ്മ, വല്യമാരെയും കൊണ്ട് വല്ലാത്ത ശല്യം തന്നെയാ. അപ്പൊ എന്തോ തള്ളിപിടി ഉണ്ടാക്കി വന്നതാണല്ലോ. തള്ളിപിടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് വീട്. നിങ്ങൾക്ക് കുറെ സമയമായി ഇവിടെ വന്നിരുന്നിട്ട്? ഞങ്ങൾ കുറെ നേരമായി നിന്നെയും കാത്തു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ കളിക്കാൻ തുടങ്ങിയില്ലേ? ഇല്ലടാ ഉസു. തുടങ്ങി അവൾ വീണ്ടും മുസു എന്ന് വിളിക്കാൻ. എടി, അന്നോട് നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുതെന്ന്. അന്റെ ഉണ്ട കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിന്നെ അതിന് നീ ഇങ്ങോട്ടേക്ക് വന്നേച്ചാലും മതി, ഞാൻ ഇവിടെ തന്നെ നിന്ന് തരാം. അശോ, നിങ്ങൾ ഇങ്ങനെ അടിപിടി കൂടാതെ. അതെ അതെ, അടിപിടി കൂടാതെ നമുക്ക് കളിക്കാം. അത് അവളോട് പറ, അവളല്ലേ ആദ്യം തുടങ്ങിയിട്ടത്. അവളുടെ ഒരു പുസുവിളി. ഓ സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി വിളിക്കില്ല. ഓക്കെ.
എങ്കിൽ വാ, നമ്മൾ എന്ത് കളിയാ കളിക്കുക? ഓടി കളിക്കണ്ട, കാരണം നല്ല വെയിലാണ്. അതെ അതെ, വെയിലത്തോടി കളിച്ചാലേ നമ്മൾ തളർന്നു പോകും. നമുക്ക് ഇവിടെ ഇരുന്നിട്ടെങ്കിലും കളി കളിക്കാം. ഇരുന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മക്കുതിക്ക് കളിച്ചാലോ? ആ, അതൊക്കെ. എങ്കിൽ ശരി, എല്ലാരും ഇവിടെ കൈവെക്ക്. അക്കുത്തിക്കുത്താന വരമ്പത്ത് വൽക്കോ 12 കുതിരയും ജയിച്ച് കുളിച്ച് വരുന്നത് എന്തുമ്പോൾ മുരിക്കുമ്പോൾ. ആ, മുരിക്കിലിരിക്കില്ല കൊക്കോ പ്രാവിന്റെ കാലോ കയ്യോ ചെത്തിക്കോരി മടങ്കാട്ടിത്ത. പിങ്കിമോൾ ഔട്ടായി. ഇല്ല ഇല്ല, ഞാൻ ഔട്ടായിട്ടില്ല. അല്ല, നീയാണ് ഔട്ടായത്. പറ്റില്ല പറ്റില്ല, ഇത് കള്ളക്കളിയാണ്. അല്ല പിങ്കിമോളെ, ശരിക്കും നീ ഔട്ടായതാണ്. ഇല്ല, ഞാൻ സമ്മതിക്കൂല, ഞാൻ ഔട്ടായിട്ടില്ല. ആഹാ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. പിങ്കിമോളെ, വെറുതെ കച്ചറ ഉണ്ടാക്കിയ പിന്നെ കളിക്കില്ല കേട്ടോ. ഷോ, അപ്പൊ ശരിക്കും ഞാൻ ഔട്ടായോ? അതെ പിങ്കിമോളെ, ശരി. ഇനി ഇജ്ജങ്ങോട്ട് മാറി നിൽക്കവളെ, ഞങ്ങൾ കളിക്കട്ടെ. ആ, അക്കുത്തിക്കുത്താന വരുമ്പത്ത് വൽക്കോ 12 കുതിരയും ജയിച്ച് കുളിച്ച് വരുമ്പോൾ എന്തുമ്പോൾ മുറിക്കുമ്പോൾ മുറിക്കിലിരിക്കില്ല കൊക്കോ പ്രാവിന്റെ കാലോ കയ്യോ ചെത്തിക്കോരി മടങ്കാട്ടിത്ത. കുഞ്ഞാവ ഔട്ടായി. ആ, കുഞ്ഞാവക്ക് അങ്ങനെ തന്നെ കിട്ടണം. അയ്യോ ഇല്ല ഇല്ല, ഞാൻ ഔട്ടായിട്ടില്ല, ഞാൻ ഔട്ടായിട്ടില്ല. ഒന്ന് പോടി കുഞ്ഞാവേ, നീ ഔട്ടായി. ഇല്ല ഇല്ല, പറ്റില്ല പറ്റില്ല, നിങ്ങൾ കള്ളക്കളി കളിക്കുന്നതാണ്. ആ, അത് തന്നെ ഞാനും പറഞ്ഞത്. ഉസ്മാ മുഴുവൻ കള്ളക്കളിയാണ്. ഇത് പിങ്കിമോളെ, വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഈ കള്ളക്കളിയൊന്നുമല്ല, ഇങ്ങനെ തന്നെയാ കളിക്കുക. നിങ്ങളെ കൂടെ കളിക്കാനേ ഞാനില്ല, നിങ്ങളാണ് കള്ളക്കളി കളിക്കുന്നത്. അയ്യോ മതി മതി, നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടാതെ. ഇനി ഞാനും ഉസ്മാനും തമ്മിൽ കളിക്കട്ടെ. ദീ കുഞ്ഞാവേ, ഇനി നീ അങ്ങോട്ട് മാറി നിൽക്ക്. അക്കുത്തിക്കുത്താന വരുമ്പത്ത് വൽക്കോ 12 കുതിരയും ജയിച്ച് കുളിച്ച് വരുമ്പോൾ എന്തുമ്പോൾ മുറിക്കുമ്പോൾ മുറിക്കിലിരിക്കില്ല കൊക്കോ പ്രാവിന്റെ കാലോ കയ്യോ ചെത്തിക്കോരി മടങ്കാട്ടിത്ത. കുഞ്ഞാറ്റയും ഔട്ടായി. ആ, കണ്ടോ കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവൻ കള്ളക്കളി കളിക്കുവായിരുന്നു. അതെ അതെ, ഉസ്മാൻ മുഴുവൻ കള്ളക്കളിയാണ്. ആഹാ, ഇത് കള്ളക്കളിയൊന്നുമല്ല, ഇങ്ങനെ തന്നെയാ കളിക്കേണ്ടത്. ഹാ, കളിക്കേണ്ടത് ഇങ്ങനെ തന്നെയാ. പക്ഷെ നീ മുഴുവൻ തെറ്റിച്ചാണ് എണ്ണിയത്. ഹാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് എണ്ണ പോരായിരുന്നോ? നീ എന്താ എണ്ണാതിരുന്നത്? നിനക്കെന്താ എണ്ണം അറിയില്ലേ? നിങ്ങളാണ് ഇപ്പൊ കള്ളക്കളി കളിക്കണത്. അതുകൊണ്ട് നിങ്ങളോട് കളിക്കാൻ ഞാനില്ല. നമ്മൾ പോന്ന നമ്മളെ പുറകേന്ന് വിളിക്കണ്ട കേട്ടോ. അയ്യോ, പുറകേന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞത് വെറുതെ ആയോ? ഇവരെന്നെ പുറകെ നിന്ന് വിളിക്കില്ലേ? വിളിച്ചില്ലെങ്കിൽ ഞാൻ ശശിയാവുമല്ലോ. ഞാൻ പിന്നെ ആരോടെയാ കളിക്കുക? പഠിച്ചോനെ, നമ്മളെ ചതിക്കല്ലേ. പഠിച്ചോനെ, നമ്മളെ വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. ഉസു, ഹാ, വിളിച്ച് വിളിച്ച് ഓടി നമ്മളെ പുസൂന്ന് വിളിച്ച്. എന്താ നിങ്ങളോടല്ലേ നമ്മൾ വിളിക്കണ്ടെന്ന് പറഞ്ഞത്? നമ്മൾ എന്തിനാ പുറകേന്ന് വിളിച്ചത്? നിങ്ങളോട് കളിക്കാൻ ഞാനില്ല. അതല്ല ഡൗസു, നിന്നെ കളിക്കാൻ വേണ്ടി വിളിച്ചതല്ല. കളിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ, പിന്നെ എന്തിനു വിളിച്ചതാ? അതായത് ഉസു, ഞങ്ങൾ കളി കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. നീ അപ്പൂസിനെയും കുഞ്ചൂസിനെയും കണ്ടാൽ ഈ വിവരം അവരോട് പറഞ്ഞേക്ക്. അതിനാ നിന്നെ വിളിച്ചത്. അതേത്തേക്ക് നിങ്ങൾ പോകുന്നത് നമ്മളെ കൂട്ടാണ്ട്? എവിടെ പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്? എടാ ഉസ്മാനെ, നമ്മുടെ പുഴയുടെ അപ്പത്താ പറമ്പിൽ ഒരു മരത്തിൽ നിറയെ പുളി ഉണ്ടായില്ലേ, നല്ല വാളൻ പുളി. ഞങ്ങൾ അത് പറിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏത് മരത്തില്? ആ മുത്തശ്ശി തള്ളയുടെ മരത്തിലോ? അതേടാ, ആ മുത്തശ്ശി തള്ളയുടെ മരത്തിൽ തന്നെ. അവിടെ നിറയെ പഴുത്ത പുളിയും പച്ചപ്പുളിയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പുളിയെന്ന് കേട്ടാൽ തന്നെ നമ്മളെ വായിന്ന് വെള്ളം വരും. ഓഹോ, അപ്പൊ എന്നെ കൂട്ടാണ്ട് നിങ്ങൾ അവിടെ പോകാൻ പ്ലാൻ ചെയ്തതാണല്ലേ? എടാ ഉസ്മാനെ, നീയല്ലേ ഞങ്ങളുടെ കൂടെ കളിക്കാനില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്നത്? അതിന് ഞാൻ നിങ്ങളോട് കളിക്കാനില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. പുളി പറിക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അവിടെ പോയി പുളി പറിക്കാൻ നീയും വരുന്നുണ്ടോ? ആഹാ, അങ്ങനെ ഞാനില്ലാതെ നിങ്ങൾ അങ്ങനെ ഒറ്റക്ക് പോകണ്ട. നിങ്ങൾ എവിടെ പോകുന്നുണ്ടോ അവിടെ ഒക്കെ ഞാനും ഉണ്ടാകും. എടാ കൊതിയാ, നീയേ കൊതിയും കേശുവാണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. കുഞ്ഞാവേ, പക്ഷെ നമ്മൾ എങ്ങനെ അവിടെ പോയി പുളി പറിക്കും? അതിനാ മുത്തശ്ശി താഴെ വിടുമോ? അതും ഒരു പ്രശ്നമാണ്. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഉച്ച സമയത്ത് പോകാം. ആ സമയത്ത് ചിലപ്പോൾ ആ മുത്തശ്ശി അവിടെ കിടന്നുറങ്ങും. അതെ അതെ, അത് നല്ല ഐഡിയ. ആ സമയത്ത് പോയാലേ ആ മുത്തശ്ശി ഉറങ്ങുമ്പോൾ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാണ്ട് മെല്ലെ പുളി പറിക്കാം. പക്ഷെ ആര് മരത്തിൽ കയറും? ആ, അതോ നിങ്ങൾ ബേസാറാവണ്ട, ഞമ്മളില്ലേ, ഞമ്മൾ കയറിക്കോളാം മരത്തിൽ. ഓക്കെ, എങ്കിൽ സെറ്റ്. അപ്പൊ നാളെ നമ്മൾ പുളി പറിക്കാൻ പോകുന്നേ.